അശോകന്റെ ഏഴാം പ്രധാന ശിലാശാസനത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും സഹിഷ്ണുതയ്ക്കും സഹവർത്തിത്വത്തിനും വേണ്ടിയുള്ള അഭ്യർത്ഥന. അശോകന്റെ മതപരമായ സഹിഷ്ണുതാ നയം ഈ ശാസനം ഊന്നിപ്പറയുന്നു. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. അശോകന്റെ ജീവിതത്തിലെ എന്തു പ്രധാനപ്പെട്ട സംഭവമാണ് അദ്ദേഹത്തിന്റെ എട്ടാം പ്രധാന ശിലാശാസനത്തിൽ വിവരിച്ചിരിക്കുന്നത്? ബുദ്ധഗയയിലേക്കും ബോധിവൃക്ഷത്തിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ധർമ്മയാത്ര, തീർത്ഥാടനം. കലിംഗയുദ്ധത്തിനുശേഷം അശോകൻ നടത്തിയ ആദ്യത്തെ പ്രധാന ധർമ്മയാത്രയായിരുന്നു ഇത്. ഈ യാത്ര അദ്ദേഹത്തിന്റെ ബുദ്ധമതത്തോടുള്ള പ്രതിബദ്ധതയും ധമ്മപ്രചാരണത്തിലുള്ള താൽപര്യവും വെളിപ്പെടുത്തി. അശോകന്റെ ഒമ്പതാം പ്രധാന ശിലാശാസനം ജനപ്രിയമായ ഏതു മതപരമായ ആചാരത്തെയാണ് വിമർശിക്കുന്നത്? ജനപ്രിയവും പലപ്പോഴും അന്ധവിശ്വാസപരവുമായ ചടങ്ങുകളെയും അനുഷ്ഠാനങ്ങളെയും അപലപിക്കുന്നു. ഈ ശാസനം അന്ധവിശ്വാസങ്ങളെയും അനാവശ്യമായ ആചാരങ്ങളെയും നിരുത്സാഹപ്പെടുത്തുന്നു. ധമ്മത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിലൂടെ അശോകൻ ലക്ഷ്യമിട്ടത്. അശോകന്റെ പത്താം പ്രധാന ശിലാശാസനത്തിന്റെ പ്രധാന ഊന്നലെന്താണ്? ധമ്മത്തിന്റെ പ്രബോധനവും മഹത്വവൽക്കരണവും. ഈ ശാസനം അശോകന്റെ ധമ്മപ്രചാരണത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം എടുത്തുകാണിക്കുന്നു. യഥാർത്ഥ വിജയം ധർമ്മത്തിന്റെ പ്രചാരണത്തിലൂടെയാണെന്ന് അദ്ദേഹം ഇതിലൂടെ ലോകത്തോട് പറഞ്ഞു. അശോകന്റെ 11ാം പ്രധാന ശിലാശാസനം എന്തിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ധർമ്മനയത്തെക്കുറിച്ചുള്ള വിശദീകരണം. അശോകന്റെ 11ാം പ്രധാന ശിലാശാസനം അദ്ദേഹത്തിന്റെ ധർമ്മനയത്തെക്കുറിച്ച് ആഴത്തിൽ വിശദീകരിക്കുന്നു. ഇത് ധാർമ്മികവും സാമൂഹികവുമായ പെരുമാറ്റച്ചട്ടങ്ങൾ ഊന്നിപ്പറയുന്നു. അതിലൂടെ സമൂഹത്തിൽ സമാധാനവും ഐക്യവും വളർത്താൻ അശോകൻ ആഗ്രഹിച്ചു. ഈ ശാസനം ധമ്മം പ്രചരിപ്പിക്കുന്നതിനുള്ള അശോകന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. അശോകന്റെ 12ാം പ്രധാന ശിലാശാസനത്തിൽ ആവർത്തിച്ച് ഊന്നിപ്പറയുന്ന വിഷയം എന്താണ്? എല്ലാ മതങ്ങൾക്കും വിഭാഗങ്ങൾക്കുമിടയിൽ സഹിഷ്ണുതയും പരസ്പര ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നത്. അശോകന്റെ 12ാം പ്രധാന ശിലാശാസനം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സഹിഷ്ണുതയും പരസ്പര ധാരണയും വളർത്തുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നു. ഈ ശാസനം മതപരമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കാനും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. മതസൗഹാർദ്ദം സ്ഥാപിക്കാനുള്ള അശോകന്റെ കാഴ്ചപ്പാടിനെ ഇത് എടുത്തുകാണിക്കുന്നു. അശോകന്റെ 13ാം പ്രധാന ശിലാശാസനത്തിൽ വിവരിച്ചിട്ടുള്ള പ്രധാന ചരിത്രസംഭവവും അതിനുശേഷമുണ്ടായ നയപരമായ മാറ്റവും എന്താണ്? കലിംഗയ്ക്ക് മേലുള്ള അദ്ദേഹത്തിന്റെ വിജയം, അതിനുശേഷം അനുഭവപ്പെട്ട പശ്ചാത്താപം, പിന്നീട് ഗ്രീക്ക് രാജാക്കന്മാരിലേക്ക് വ്യാപിച്ച ധർമ്മവിജയം. അശോകന്റെ 13ാം പ്രധാന ശിലാശാസനം കലിംഗയുദ്ധത്തെയും അതിന്റെ ക്രൂരമായ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്നു. യുദ്ധത്തിനുശേഷം അശോകനുണ്ടായ പശ്ചാത്താപം കാരണം അദ്ദേഹം ദിഗ്വിജയം, സൈനിക വിജയം ഉപേക്ഷിച്ച് ധർമ്മവിജയം, ധാർമ്മിക വിജയം സ്വീകരിച്ചു. ഇത് അശോകന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ധമ്മനയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം തന്റെ സാമ്രാജ്യം ഭരിച്ചു. അശോകൻ എത്ര പ്രധാന സ്തംശാസനങ്ങളാണ് പുറത്തിറക്കിയത്? അവ ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? 7. അവ ബ്രാഹ്മി ലിപിയിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അശോകൻ 7 പ്രധാന സ്തംശാസനങ്ങളാണ് പുറത്തിറക്കിയത്. ഈ ശാസനങ്ങൾ ബ്രാഹ്മി ലിപിയിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇത് മിക്ക ജനങ്ങൾക്കും വായിക്കാൻ എളുപ്പമാക്കുന്നതിനാണ്. ഈ സ്തംശാസനങ്ങൾ ധമ്മം പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രധാന ഉപാധികളായിരുന്നു. അശോകന്റെ സ്തംശാസനങ്ങൾ പ്രധാനമായും ഏതൊക്കെ 6 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്? പ്രയാഗ്, അലഹബാദ്, ഡൽഹി തോപ്ര, ഡൽഹി മീററ്റ്, രാംപൂർവ, ലൗറിയ നന്ദൻഗഡ്, ലൗറിയ അരരാജ്. അശോകന്റെ സ്തംശാസനങ്ങൾ പ്രധാനമായും പ്രയാഗ്, ഡൽഹി തോപ്ര, ഡൽഹി മീററ്റ്, രാംപൂർവ, ലൗറിയ നന്ദൻഗഡ്, ലൗറിയ അരരാജ് എന്നീ 6 സ്ഥലങ്ങളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സ്ഥലങ്ങൾ അശോകന്റെ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ധമ്മനയം രാജ്യത്തുടനീളം പ്രചരിപ്പിക്കാൻ സഹായിച്ചു. ശാസനങ്ങളെയും രേഖകളെയും അടിസ്ഥാനമാക്കി അശോകന്റെ കാലഘട്ടത്തെക്കുറിച്ച് ഒരു ചരിത്രം രചിച്ച പ്രശസ്ത ചരിത്രകാരൻ ആരാണ്? D.R. ഭണ്ഡാർക്കർ. പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരനായ D.R. ഭണ്ഡാർക്കർ അശോകന്റെ കാലഘട്ടത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പ്രധാനമായും അശോകന്റെ ശിലാശാസനങ്ങളെയും സ്തംശാസനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്.
അശോകന്റെ ഭരണകാലത്തെയും ദമ്മനയത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൃതികൾ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അശോകന്റെ ഏത് ശാസനമാണ് രാജ്ഞിയുടെ ശാസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്? കൗശാംബി ശാസനം. അശോകന്റെ കൗശാംബി ശാസനം രാജ്ഞിയുടെ ശാസനം എന്ന പേരിലാണ് പ്രസിദ്ധം. ഈ ശാസനത്തിൽ അശോകന്റെ രാജ്ഞിമാരിൽ ഒരാളായ കാരുവാഗി അവരുടെ സംഭാവനകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജ്ഞിയുടെ പേര് ഒരു രാജകീയ ശാസനത്തിൽ പരാമർശിക്കപ്പെടുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നാണിത്. അശോകന്റെ സ്തംശാസനങ്ങളിൽ ഏറ്റവും ചെറുതായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? റൂമിന്റെയി സ്തംശാസനം. അശോകന്റെ സ്തംശാസനങ്ങളിൽ ഏറ്റവും ചെറുതായി കണക്കാക്കപ്പെടുന്നത് റൂമിന്റെയി സ്തംശാസനമാണ്. ഈ ശാസനം ലുംബിനിയിൽ ബുധന്റെ ജന്മസ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അശോകൻ ലുംബിനി സന്ദർശിച്ചതും അവിടത്തെ ജനങ്ങൾക്ക് നികുതിയിളവുകൾ നൽകിയതും ഈ ശാസനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശോകന്റെ റൂമിന്റെയി സ്തംശാസനത്തിൽ ലുംബിനിയിലെ ഭൂനികുതിയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാന സാമ്പത്തിക നടപടി എന്താണ്? ലുംബിനിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ധർമ്മയാത്രക്കിടെ ഭൂനികുതിയുടെ നിരക്കിൽ കുറവ് വരുത്തിയത്. അശോകന്റെ റൂമിന്റെയി സ്തംശാസനം ലുംബിനിയിലെ ഭൂനികുതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സാമ്പത്തിക നടപടി രേഖപ്പെടുത്തുന്നു. ബുധന്റെ ജന്മസ്ഥലമായ ലുംബിനി സന്ദർശിച്ച അശോകൻ അവിടത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനായി ഭൂനികുതിയുടെ നിരക്ക് കുറച്ചു. ഇത് അശോകന്റെ ദമ്മനയത്തിന്റെ ഭാഗമായി ജനക്ഷേമത്തിന് നൽകിയ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കാണ്ഡഹാറിൽ കണ്ടെത്തിയ അശോകന്റെ ഏത് ശാസനമാണ് ഗ്രീക്ക്, അരാമിക് എന്നീ 2 ലിപികളിൽ എഴുതിയതിനാൽ ശ്രദ്ധേയമാകുന്നത്? ഷാറി കുന കാണ്ഡഹാർ ശാസനം. കാണ്ഡഹാറിൽ കണ്ടെത്തിയ ഷാറി കുന ശാസനം അശോകന്റെ ദ്വിഭാഷാ ശാസനങ്ങളിൽ ഒന്നാണ്. ഇത് ഗ്രീക്ക്, അരാമിക് എന്നീ 2 ലിപികളിൽ എഴുതിയിരിക്കുന്നു. ഇത് അശോകൻ തന്റെ സന്ദേശങ്ങൾ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളിലേക്ക് അവരുടെ പ്രാദേശിക ഭാഷകളിലും ലിപികളിലും എത്തിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവാണ്. ഇത് അശോകന്റെ ഭരണത്തിന്റെ വൈവിധ്യവും വ്യാപനവും സൂചിപ്പിക്കുന്നു. അശോകന്റെ ഭരണകാലത്ത് മൗര്യൻ സാമ്രാജ്യത്തിൽ എത്ര പ്രവിശ്യകളോ പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങളോ ഉണ്ടായിരുന്നു? 5. അശോകന്റെ ഭരണകാലത്ത് മൗര്യൻ സാമ്രാജ്യം 5 പ്രധാന പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. സാമ്രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിന് ഇത് സഹായിച്ചു. പാടലിപുത്ര, തക്ഷശില, ഉജ്ജയിൻ, സുവർണഗിരി, തോഷാലി എന്നിവയായിരുന്നു ആ പ്രധാന കേന്ദ്രങ്ങൾ. മൗര്യൻ സാമ്രാജ്യത്തിലെ പ്രവിശ്യകളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദം എന്തായിരുന്നു? ചക്രങ്ങൾ, ചാക്രസ്. മൗര്യൻ ഭരണത്തിൽ സാമ്രാജ്യത്തിലെ വലിയ പ്രവിശ്യകളെ ചക്രങ്ങൾ, ചാക്രസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പ്രവിശ്യകൾ രാജകുടുംബത്തിലെ അംഗങ്ങളോ ഉയർന്ന ഉദ്യോഗസ്ഥരോ ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇത് കേന്ദ്രീകൃത ഭരണത്തിന്റെ ഭാഗമായിരുന്നു. അശോകന്റെ ബുദ്ധമതത്തോടുള്ള വ്യക്തിപരമായ കൂറ് വ്യക്തമാക്കുന്ന ഏറ്റവും ശക്തമായ തെളിവായി കണക്കാക്കപ്പെടുന്ന മൈനർ ശിലാശാസനം ഏതാണ്? ബാബ്രു മൈനർ എഡിക്ട്, ബൈരാത്. രാജസ്ഥാനിലെ ബൈരാറ്റിൽ കണ്ടെത്തിയ ബാബ്രു മൈനർ എഡിക്റ്റാണ് അശോകന്റെ ബുദ്ധമതത്തോടുള്ള ആഴമായ പ്രതിബദ്ധതയുടെ ഏറ്റവും ശക്തമായ തെളിവായി കരുതപ്പെടുന്നത്. ഈ ശിലാശാസനത്തിൽ അശോകൻ ബുദ്ധ, ധർമ്മ, സംഘം എന്നിവയോടുള്ള തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. ഏത് മൈനർ ശാസനത്തിലാണ് അശോകൻ സ്വയം ബുദ്ധശാക്യ എന്ന് വിശേഷിപ്പിക്കുന്നത്? മാസ്കി മൈനർ ശാസനം. കർണാടകയിലെ റായ്ചൂർ ജില്ലയിൽ കണ്ടെത്തിയ മാസ്കി മൈനർ ശാസനത്തിലാണ് അശോകൻ സ്വയം ദേവാനാംപ്രിയ അശോക എന്ന പേരിൽ പരാമർശിക്കുകയും ബുദ്ധശാക്യ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. അശോകന്റെ യഥാർത്ഥ പേര് ഉൾപ്പെടുന്ന ഏക ശാസനങ്ങളിൽ ഒന്നാണിത്. മാസ്കി ശാസനം നിലവിൽ ഇന്ത്യയിലെ ഏത് ആധുനിക സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. മാസ്കി ശാസനം ദക്ഷിണേന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ റായ്ചൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അശോകന്റെ യഥാർത്ഥ പേരായ അശോക എന്ന് നേരിട്ട് പരാമർശിക്കുന്ന ആദ്യത്തെ ശിലാശാസനങ്ങളിലൊന്നായതിനാൽ ഇതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ക്ഷാമകാലത്ത് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഭരണകൂടത്തിന്റെ പങ്ക് പരാമർശിക്കുന്ന 2 പ്രീ മൗര്യൻ അല്ലെങ്കിൽ ആദ്യകാല മൗര്യൻ ശാസനങ്ങൾ ഏതാണ്? സൊഹ്ഗൗര, ചെമ്പ് ശാസനം, മഹാസ്ഥാൻ ശാസനങ്ങൾ. ക്ഷാമകാലത്ത് പൗരന്മാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം സൊഹ്ഗൗര, ഉത്തർപ്രദേശ്, ചെമ്പ് ശാസനത്തിലും മഹാസ്ഥാൻ, ബംഗാൾ ശാസനത്തിലും വ്യക്തമാക്കുന്നു. ഇത് മൗര്യൻ സാമ്രാജ്യത്തിലെ ജനക്ഷേമപരമായ ഭരണരീതിയുടെ തെളിവാണ്.
സിംഹമുദ്ര എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ മൗര്യൻ സ്തംഭത്തിന്റെ തലപ്പ് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? സാരാനാഥ്. സാരാനാഥിൽ നിന്നാണ് മൗര്യൻ ചക്രവർത്തി അശോകൻ സ്ഥാപിച്ച പ്രസിദ്ധമായ സിംഹമുദ്ര ലയൺ ക്യാപിറ്റൽ കണ്ടെത്തിയത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ ഇത് ബുധന്റെ ആദ്യ പ്രഭാഷണ സ്ഥലമായ സാരാനാഥിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. പ്രാചിയുടെ കിഴക്കൻ പ്രവിശ്യ മൗര്യൻ പ്രവിശ്യയുടെ തലസ്ഥാനം എന്തായിരുന്നു? പാടലിപുത്ര. മൗര്യൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യയായ പ്രാചിയുടെ തലസ്ഥാനം പാടലിപുത്ര ആയിരുന്നു. ഇത് മൗര്യൻ സാമ്രാജ്യത്തിന്റെ പൊതുവായ തലസ്ഥാനം കൂടിയായിരുന്നു. ഭരണപരമായും വാണിജ്യപരമായും വലിയ പ്രാധാന്യമുള്ള നഗരമായിരുന്നു പാടലിപുത്ര. കലിംഗയുടെ മൗര്യൻ പ്രവിശ്യയുടെ തലസ്ഥാനം എന്തായിരുന്നു? തോഷാലി. കലിംഗ യുദ്ധത്തിനുശേഷം അശോകൻ മൗര്യൻ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത കലിംഗ പ്രവിശ്യയുടെ തലസ്ഥാനം തോഷാലി ആയിരുന്നു. ഇത് ഇന്നത്തെ ഒഡീഷ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. അവന്തിയുടെ മൗര്യൻ പ്രവിശ്യയുടെ തലസ്ഥാനം എന്തായിരുന്നു? ഉജ്ജയിനി. മൗര്യൻ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയായ അവന്തിയുടെ തലസ്ഥാനം ഉജ്ജയിനി ആയിരുന്നു. പുരാതന കാലം മുതൽ വാണിജ്യപരവും സാംസ്കാരികപരവുമായി വലിയ പ്രാധാന്യമുള്ള ഒരു നഗരമായിരുന്നു ഉജ്ജയിനി. മൗര്യ സാമ്രാജ്യത്തിലെ ഉദീച്ച വടക്കൻ പ്രവിശ്യ എന്ന പ്രവിശ്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? തക്ഷശില. മൗര്യ സാമ്രാജ്യം വിശാലമായിരുന്നു. ഭരണസൗകര്യത്തിനായി സാമ്രാജ്യത്തെ 5 പ്രധാന പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. വടക്കൻ പ്രവിശ്യയായ ഉദീച്ചയുടെ തലസ്ഥാനം പ്രധാന വിദ്യാഭ്യാസ വാണിജ്യ കേന്ദ്രമായിരുന്ന തക്ഷശിലയായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിലെ ദക്ഷിണപഥ തെക്കൻ പ്രവിശ്യ എന്ന പ്രവിശ്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? സുവർണഗിരി. മൗര്യ സാമ്രാജ്യത്തിലെ തെക്കൻ പ്രവിശ്യ ദക്ഷിണപഥം എന്നറിയപ്പെട്ടു. ഇതിന്റെ തലസ്ഥാനം സുവർണഗിരിയായിരുന്നു. ഈ പ്രവിശ്യയിലെ സ്വർണ്ണ ഖനന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലത്തിന് സുവർണഗിരി എന്ന് പേര് വന്നതെന്നു കരുതുന്നു. മൗര്യൻ പ്രവിശ്യകളുടെ ഭരണാധികാരികൾക്ക് നൽകിയിരുന്ന സ്ഥാനപ്പേരുകൾ എന്തായിരുന്നു? കുമാര അല്ലെങ്കിൽ ആര്യപുത്ര. മൗര്യ സാമ്രാജ്യത്തിലെ പ്രവിശ്യകളുടെ ഭരണാധികാരികളെ സാധാരണയായി രാജകുടുംബാംഗങ്ങളായിരുന്നു നിയമിച്ചിരുന്നത്. ഇവർക്ക് കുമാര അല്ലെങ്കിൽ ആര്യപുത്ര എന്നീ സ്ഥാനപ്പേരുകൾ നൽകിയിരുന്നു. ചക്രവർത്തിക്ക് കീഴിൽ പ്രവിശ്യകൾ ഭരിക്കുന്നതിൽ ഇവർ പ്രധാന പങ്കുവഹിച്ചു. മൗര്യ ഭരണത്തിൽ പ്രവിശ്യകളെ എന്തിലേക്ക് വിഭജിച്ചു? ആരായിരുന്നു ഈ വിഭാഗങ്ങളുടെ തലവൻ? വിഷയം ജില്ലകൾ വിഷയാധിപതിയായിരുന്നു തലവൻ. മൗര്യ സാമ്രാജ്യത്തിലെ ഭരണസൗകര്യത്തിനായി പ്രവിശ്യകളെ വിഷയം അഥവാ ജില്ലകളായി വിഭജിച്ചിരുന്നു. ഈ ജില്ലകളുടെ ഭരണത്തലവൻ വിഷയാധിപതി എന്നറിയപ്പെട്ടു. പ്രാദേശിക തലത്തിൽ ഭരണം കാര്യക്ഷമമാക്കാൻ ഇത് സഹായിച്ചു. മൗര്യ സാമ്രാജ്യത്തിലെ ഭരണത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതായിരുന്നു? അതിന്റെ തലവൻ ആരായിരുന്നു? ഗ്രാമം. അതിന്റെ തലവൻ ഗ്രാമികൻ ആയിരുന്നു. മൗര്യ ഭരണത്തിലെ ഏറ്റവും ചെറിയതും അടിസ്ഥാനപരവുമായ ഭരണ യൂണിറ്റ് ഗ്രാം ആയിരുന്നു. ഗ്രാമികൻ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഗ്രാമഭരണത്തിന്റെ ചുമതല വഹിച്ചിരുന്നത്. ഗ്രാമതലത്തിൽ ക്രമസമാധാനം പാലിക്കുന്നതിനും നികുതി പിരിക്കുന്നതിനും ഗ്രാമികന്മാർക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. മെഗസ്തനീസിന്റെ വിവരണമനുസരിച്ച് മൗര്യൻ നഗരം എത്ര കമ്മിറ്റികളാണ് ഭരിച്ചിരുന്നത്? ഓരോ കമ്മിറ്റിയിലും എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 6 കമ്മിറ്റികൾ. ഓരോ കമ്മിറ്റിയിലും 5 അംഗങ്ങൾ. ഗ്രീക്ക് സ്ഥാനപതിയായിരുന്ന മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ മൗര്യ നഗരഭരണത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നഗരം ഭരിക്കാനായി 6 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓരോ കമ്മിറ്റിയിലും 5 അംഗങ്ങൾ വീതം ഉൾപ്പെട്ടിരുന്നു. മെഗസ്തനീസിന്റെ വിവരണമനുസരിച്ച് മൗര്യ സാമ്രാജ്യത്തിലെ നഗരഭരണത്തിന് ഉത്തരവാദിയായ 1-ാം കമ്മിറ്റിയുടെ ചുമതല എന്തായിരുന്നു? വ്യവസായങ്ങളുടെയും കരകൗശല നിർമ്മാണത്തിന്റെയും മേൽനോട്ടം. മെഗസ്തനീസിന്റെ ഇൻഡിക്ക അനുസരിച്ച് മൗര്യ നഗരഭരണത്തിലെ 6 കമ്മിറ്റികളിൽ 1-ാമത്തെ കമ്മിറ്റി വ്യവസായങ്ങളുടെയും കരകൗശല ജോലികളുടെയും മേൽനോട്ടം വഹിച്ചു. ഇത് ഉൽപ്പാദനം, ഗുണനിലവാരം, തൊഴിലാളികളുടെ ക്ഷേമം എന്നിവ ഉറപ്പാക്കാൻ സഹായിച്ചു. മെഗസ്തനീസിന്റെ വിവരണമനുസരിച്ച് മൗര്യ നഗരഭരണത്തിലെ 2-ാം കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്തായിരുന്നു? വിദേശികളുടെ പരിചരണം. മൗര്യ സാമ്രാജ്യത്തിലെ നഗരങ്ങളിൽ ധാരാളം വിദേശികൾ വരികയും താമസിക്കുകയും ചെയ്തിരുന്നു.
മെഗസ്തനീസിന്റെ വിവരണമനുസരിച്ച് നഗരഭരണത്തിലെ രണ്ടാം കമ്മിറ്റിക്ക് വിദേശികളുടെ സുരക്ഷയും താമസ സൗകര്യങ്ങളും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള ചുമതലയുണ്ടായിരുന്നു. മെഗസ്തനീസിന്റെ വിവരണമനുസരിച്ച് മൗര്യ നഗരഭരണത്തിൽ ജനനമരണക്കണക്കുകൾ സൂക്ഷിക്കുന്നതിന് ഉത്തരവാദിയായിരുന്ന കമ്മിറ്റി ഏതായിരുന്നു? ജനനമരണക്കണക്കുകൾ സൂക്ഷിക്കുന്ന മൂന്നാം കമ്മിറ്റി. മൗര്യ ഭരണകാലത്ത് ജനനമരണക്കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് പ്രാധാന്യം നൽകിയിരുന്നു. മെഗസ്തനീസിന്റെ ഇൻഡിക്കയിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് മൂന്നാം കമ്മിറ്റിക്കായിരുന്നു ജനനമരണ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സുപ്രധാന സ്ഥിതിവിവരക്കണക്കുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം. മെഗസ്തനീസിന്റെ വിവരണമനുസരിച്ച് മൗര്യ നഗരഭരണത്തിലെ നാലാം കമ്മിറ്റിയുടെ ചുമതല എന്തായിരുന്നു? വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും മേൽനോട്ടം. മൗര്യ സാമ്രാജ്യത്തിലെ സമ്പദ്വ്യവസ്ഥയിൽ വ്യാപാരത്തിനും വാണിജ്യത്തിനും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മെഗസ്തനീസിന്റെ അഭിപ്രായത്തിൽ നഗരഭരണത്തിലെ നാലാം കമ്മിറ്റിക്ക് വ്യാപാരവും വാണിജ്യവും നിയന്ത്രിക്കാനുള്ള ചുമതലയുണ്ടായിരുന്നു. ഇത് വിപണിയുടെ സുഗമമായ പ്രവർത്തനവും വിലനിയന്ത്രണവും ഉറപ്പാക്കി. മെഗസ്തനീസ് രേഖപ്പെടുത്തിയതനുസരിച്ച് മൗര്യൻ നഗരഭരണത്തിൽ ചരക്കുകളുടെ നിർമ്മാണവും വിൽപ്പനയും ഓവർസോ ചെയ്ത കമ്മിറ്റി ഏതായിരുന്നു? അഞ്ചാം കമ്മിറ്റി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും ഉത്തരവാദിത്തപ്പെട്ടത്. മൗര്യൻ നഗരഭരണത്തെക്കുറിച്ച് മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നഗരഭരണത്തിന് 6 കമ്മിറ്റികളുണ്ടായിരുന്നതായും ഓരോന്നിനും പ്രത്യേക ചുമതലകളുണ്ടായിരുന്നതായും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരക്കുകളുടെ നിർമ്മാണവും വിൽപ്പനയും കൈകാര്യം ചെയ്തിരുന്നത് അഞ്ചാം കമ്മിറ്റിയായിരുന്നു. മെഗസ്തനീസിന്റെ അഭിപ്രായത്തിൽ മൗര്യൻ നഗരഭരണത്തിലെ 6ാം കമ്മിറ്റിയുടെ പ്രാഥമിക ചുമതല എന്തായിരുന്നു? വിൽപ്പന നികുതി ചുമത്തൽ. മെഗസ്തനീസിന്റെ ഇൻഡിക്ക മൗര്യൻ ഭരണവ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പ്രധാന ഉറവിടമാണ്. അദ്ദേഹത്തിന്റെ രേഖകൾ പ്രകാരം നഗരഭരണത്തിന്റെ 6ാം കമ്മിറ്റിക്ക് പ്രധാനമായും വിൽപ്പന നികുതി ചുമത്തുന്നതിന്റെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നികുതി ഭരണകൂടത്തിന് ഒരു പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു. മൗര്യൻ സാമ്രാജ്യത്തിൽ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുമുള്ള വിൽപ്പന നികുതി നിരക്കുകൾ എത്രയായിരുന്നു? നികുതി വെട്ടിപ്പിനുള്ള പിഴ എന്തായിരുന്നു? ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മൂല്യത്തിന്റെ 4% ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മൂല്യത്തിന്റെ 1/10 നികുതി വെട്ടിപ്പിനുള്ള പിഴ വധശിക്ഷയായിരുന്നു. മൗര്യൻ സാമ്രാജ്യത്തിൽ നികുതി വ്യവസ്ഥ വളരെ കർശനമായിരുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും മെഗസ്തനീസിന്റെ ഇൻഡിക്കയിലും ഇതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. നികുതി വെട്ടിപ്പിന് വധശിക്ഷ വരെ നൽകിയിരുന്നത് ഭരണകൂടം സാമ്പത്തിക അച്ചടക്കത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്നതിന്റെ തെളിവാണ്. മൗര്യൻ ഭരണത്തിൽ ഭൂമി അളക്കുന്നതിനും നികുതി ചുമത്തുന്നതിനും പിരിച്ചെടുക്കുന്നതിനും ചുമതലപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? അഗ്രോണമോയി. മൗര്യൻ ഭരണത്തിൽ പ്രത്യേകിച്ച് മെഗസ്തനീസിന്റെ വിവരണങ്ങളിൽ അഗ്രോണമോയി എന്ന ഉദ്യോഗസ്ഥന്റെ പങ്ക് വളരെ പ്രധാനമായിരുന്നു. റോഡുകൾ നിർമ്മിക്കുക, ജലസേചനം, വനങ്ങളെ പരിപാലിക്കുക, കൂടാതെ ഭൂമി അളക്കുകയും നികുതി പിരിക്കുകയും ചെയ്യുക എന്നിവയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന ചുമതലകൾ. ഇത് മൗര്യ ഭരണത്തിന്റെ കാര്യക്ഷമമായ റവന്യൂ സംവിധാനത്തെ സൂചിപ്പിക്കുന്നു. അർത്ഥശാസ്ത്രമനുസരിച്ച് മൗര്യൻ ഭരണത്തിലെ രഹസ്യ ഏജന്റുമാർ അല്ലെങ്കിൽ ചാരന്മാർക്കായി ഉപയോഗിച്ചിരുന്ന പദം എന്തായിരുന്നു? ഗൂഢ് പുരുഷന്മാർ, ഗുഡ്ധാ പുരുഷസ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ചാരന്മാർ വഹിക്കുന്ന പങ്ക് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഗൂഢ് പുരുഷന്മാർ എന്നറിയപ്പെട്ടിരുന്ന ഈ രഹസ്യ ഏജന്റുമാർ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചു. രാജാവിന് ശത്രുക്കളെക്കുറിച്ചും ജനങ്ങളുടെ മനോഭാവത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകിയിരുന്നത് ഇവരായിരുന്നു. മൗര്യൻ രഹസ്യാന്വേഷണ സംവിധാനത്തിൽ സ്ഥിരമായുള്ള രഹസ്യ ഏജന്റുമാരെയും ഡിറ്റക്ടീവുകൾ സഞ്ചരിക്കുന്ന രഹസ്യ ഏജന്റുമാരെയും വിളിച്ചിരുന്നത് എന്തായിരുന്നു? സ്ഥിരമായുള്ള ഡിറ്റക്ടീവുകൾ സമസ്ഥാൻ എന്നും സഞ്ചരിക്കുന്ന ഡിറ്റക്ടീവുകൾ സഞ്ചാരി എന്നും അറിയപ്പെട്ടിരുന്നു. മൗര്യൻ സാമ്രാജ്യത്തിൽ ശക്തമായ ഒരു രഹസ്യാന്വേഷണ ശൃംഖല ഉണ്ടായിരുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളുണ്ട്. രാജ്യം ഭദ്രമായി നിലനിർത്തുന്നതിന് ഈ 2 തരം ചാരന്മാർക്കും പ്രധാന പങ്കുണ്ടായിരുന്നു. സമസ്ഥാന്മാർക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ സഞ്ചാരികൾ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്ത് വിവരങ്ങൾ നൽകി. മൗര്യൻ നീതിന്യായ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട 2 തരം കോടതികൾ ഏതൊക്കെയായിരുന്നു? അവയുടെ ധർമ്മങ്ങൾ എന്തായിരുന്നു? ധർമ്മസ്ഥയ്യ സിവിൽ കോടതികൾ, കണ്ടകശോധൻ, ക്രിമിനൽ കോടതികൾ എന്നിവയായിരുന്നു.
മൗര്യൻ സാമ്രാജ്യത്തിൽ വളരെ ചിട്ടയായ ഒരു നീതിന്യായ വ്യവസ്ഥ നിലനിന്നിരുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രമനുസരിച്ച് ധർമ്മസ്ഥയ്യ കോടതികൾ പ്രധാനമായും സിവിൽ കേസുകളായ കരാറുകൾ, സ്വത്ത് തർക്കങ്ങൾ എന്നിവ കൈകാര്യം ചെയ്തിരുന്നു. കണ്ടകശോധൻ കോടതികൾ കൊലപാതകം, മോഷണം തുടങ്ങിയ ക്രിമിനൽ കേസുകളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇത് മൗര്യൻ ഭരണത്തിന്റെ നിയമവാഴ്ചയെയും ക്രമസമാധാന പാലനത്തെയും എടുത്തുകാണിക്കുന്നു. മൗര്യൻ കാലഘട്ടത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദം എന്തായിരുന്നു? സീത. മൗര്യൻ സാമ്രാജ്യത്തിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സീത എന്ന പദം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയെയും അതിൽ നിന്നുള്ള വരുമാനത്തെയും സൂചിപ്പിച്ചിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നിർണായകമായിരുന്നു. കൂടാതെ കർഷകരെ സർക്കാർ കൃഷിക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. മഴയെ ആശ്രയിക്കാതെ കൃഷി ചെയ്യാൻ കഴിയുന്ന ഫലഭൂയിഷ്ഠമായ ഭൂമിക്ക് മൗര്യൻ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പദം എന്തായിരുന്നു? അദേവമാതൃക. മൗര്യൻ സാമ്രാജ്യത്തിലെ കാർഷിക സമ്പ്രദായം വികസിതമായിരുന്നു. അദേവമാതൃക എന്ന പദം ജലസേചന സൗകര്യങ്ങളുള്ളതും മഴയെ ആശ്രയിക്കാതെ കൃഷി ചെയ്യാൻ കഴിയുന്നതുമായ ഭൂമിയെയാണ് സൂചിപ്പിച്ചത്. ഇത്തരം ഭൂമിക്ക് ഉയർന്ന നികുതി ചുമത്തിയിരുന്നതായും ഇത് രാജ്യത്തിന്റെ കാർഷിക ഉൽപാദനക്ഷമതയെയും സാമ്പത്തിക ഭദ്രതയെയും കാണിക്കുന്നു. മൗര്യൻ ഭരണത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി സീത കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രധാന ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? സീതാധ്യക്ഷ. മൗര്യൻ സാമ്രാജ്യത്തിൽ കൃഷിക്കും ഭൂമി മാനേജ്മെന്റിനും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സീതാധ്യക്ഷൻ എന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമിയുടെ സീതഭൂമി മേൽനോട്ടം വഹിക്കുകയും വിളവെടുപ്പ്, വിതരണം, അതിൽ നിന്നുള്ള വരുമാനം എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. ഇത് മൗര്യ ഭരണത്തിന്റെ കാര്യക്ഷമമായ കാർഷിക നയങ്ങളെ സൂചിപ്പിക്കുന്നു. മൗര്യ സാമ്രാജ്യത്തിലെ പ്രവിശ്യകളിൽ നികുതി പിരിക്കുന്നതിന് പ്രധാനമായും ഉത്തരവാദികളായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥർ ആരെല്ലാം? സ്ഥാനിക് ഗോപ. മൗര്യ സാമ്രാജ്യത്തിൽ സ്ഥാനിക വലിയ ഭൂവിഭാഗങ്ങളുടെ ചുമതല വഹിച്ചിരുന്നപ്പോൾ ഗോപ 5 മുതൽ 10 വരെ ഗ്രാമങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും നികുതി പിരിക്കുകയും ജനസംഖ്യാ കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇവർ കേന്ദ്രീകൃത ഭരണസംവിധാനത്തിന്റെ ഭാഗമായി പ്രാദേശികതലത്തിൽ നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മൗര്യ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ചിലരെ പേരെടുത്തു പറയുക. രാജുക, യുക്ത, പ്രദേശിക, ധമ്മ മഹാമാത്ര, സ്ത്രീ അധ്യക്ഷ, സ്ട്രൈദ്യാക്ഷ, ബ്രജ്ഭൂമിക് എന്നിവർ. മൗര്യൻ ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരായിരുന്നു രാജുക, ഭൂമി അളക്കുന്നവരും നീതി നടപ്പാക്കുന്നവരും, യുക്ത, വരുമാനം ശേഖരിക്കുന്നവർ, പ്രദേശിക, ജില്ലാതല ഉദ്യോഗസ്ഥർ, ധർമ്മ മഹാമാത്ര, ധാർമ്മിക നിയമങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, സ്ത്രീ അധ്യക്ഷ, സ്ത്രീകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ, ബ്രജഭൂമിക്ക്, മേച്ചിൽപ്പുറങ്ങളുടെ മേൽനോട്ടക്കാർ. ഈ ഉദ്യോഗസ്ഥർ മൗര്യ ഭരണവ്യവസ്ഥയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. കോവാലന്റ് സംയുക്തങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്? കോവാലന്റ് സംയുക്തങ്ങൾ സാധാരണയായി തന്മാത്രാരൂപത്തിൽ നിലനിൽക്കുന്നു. സാധാരണ താപനിലയിൽ ബാഷ്പശീലമുള്ള ദ്രാവകങ്ങളോ മൃദുവായ കരങ്ങളോ ആകാം. അവയ്ക്ക് താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുണ്ട്. കൂടാതെ അവ സാധാരണയായി ധ്രുവീയ ലായനികളിൽ ലയിക്കാത്തവയും അധ്രുവീയ ലായനികളിൽ ലയിക്കുന്നവയുമാണ്. കോവാലന്റ് സംയുക്തങ്ങളുടെ ഈ സവിശേഷതകൾ അവയിലെ ആറ്റങ്ങൾക്കിടയിലുള്ള ഇലക്ട്രോൺ പങ്കുവെക്കൽ വഴി രൂപപ്പെടുന്ന ദുർബലമായ ആകർഷണ ശക്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അയണിക് സംയുക്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കോഓർഡിനേറ്റ് കോവാലന്റ് ബന്ധനം എന്നാൽ എന്ത്? അതിന്റെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? കോഓർഡിനേറ്റ് കോവാലന്റ് ബന്ധനം ഡാറ്റീവ് അഥവാ ദ്വിധ്രുവ ബന്ധനം എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു ആറ്റം പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡിക്കു വേണ്ടി 2 ഇലക്ട്രോണുകളും സംഭാവന ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന ഒരുതരം കോവാലന്റ് ബന്ധനമാണ്. ഇലക്ട്രോൺ ജോഡി നൽകുന്ന ആറ്റത്തെ ദാതാവ് ഡോണർ എന്നും അത് സ്വീകരിക്കുന്ന ആറ്റത്തെ സ്വീകർത്താവ് അക്സെപ്റ്റർ എന്നും വിളിക്കുന്നു. സാധാരണ കോവാലന്റ് ബന്ധനത്തിൽ ഓരോ ആറ്റവും ഓരോ ഇലക്ട്രോൺ നൽകി പങ്കുവെക്കുമ്പോൾ കോഓർഡിനേറ്റ് ബന്ധനത്തിൽ ഒരു ആറ്റം മാത്രമാണ് ഇലക്ട്രോൺ ജോഡി നൽകുന്നത്. ഇത് ലൂയിസ് ആസിഡ് ബേസ് പ്രതിപ്രവർത്തനങ്ങളിൽ പ്രധാനമാണ്. ഇലക്ട്രോൺ എണ്ണത്തെ അടിസ്ഥാനമാക്കി ഒക്ടറ്റ് നിയമത്തിന് സാധാരണയായി കാണുന്ന ചില അപവാദങ്ങൾ ഏതെല്ലാം? ഒക്ടറ്റ് നിയമത്തിന് അപവാദങ്ങളായി ഇലക്ട്രോൺ ന്യൂന തന്മാത്രകൾ, ഉദാഹരണത്തിന്
BF3, BeCl2 എന്നിവയ്ക്ക് 8 ൽ കുറവ് ഇലക്ട്രോണുകൾ, വികസിത ഒക്ടറ്റുള്ള തന്മാത്രകൾ, ഉദാഹരണത്തിന് PCl5, SF6, IF7 എന്നിവയ്ക്ക് 8 ൽ കൂടുതൽ ഇലക്ട്രോണുകൾ, ഒറ്റസംഖ്യ വാലൻസ് ഇലക്ട്രോണുകളുള്ള തന്മാത്രകൾ, ഉദാഹരണത്തിന് NO, ClO2 എന്നിവ ഉൾപ്പെടുന്നു. ഒക്ടറ്റ് നിയമം ആറ്റങ്ങളുടെ രാസബന്ധനത്തിനുള്ള ഒരു പൊതു മാർഗനിർദ്ദേശം മാത്രമാണ്. ഈ അപവാദങ്ങൾ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും സങ്കീർണമായ ഇലക്ട്രോൺ ഘടനകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിന് വഴിയൊരുക്കുന്നു. ലോൺ പെയർ ഇലക്ട്രോണുകൾ എന്നാൽ എന്ത്? ലൂയിസ് ആസിഡുകളുമായും ബേസുകളുമായും അവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ലോൺ പെയർ ഇലക്ട്രോണുകൾ എന്നത് രാസബന്ധനങ്ങളിൽ ഏർപ്പെടാത്ത വാലൻസ് ഇലക്ട്രോണുകളുടെ ഒരു ജോഡിയാണ്. ലൂയിസ് സിദ്ധാന്തമനുസരിച്ച് ലൂയിസ് ആസിഡുകൾ ലോൺ പെയർ ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ പ്രവണത കാണിക്കുമ്പോൾ ലൂയിസ് ബേസുകൾ ലോൺ പെയർ ഇലക്ട്രോണുകളെ നൽകാൻ പ്രവണത കാണിക്കുന്നു. ലോൺ പെയർ ഇലക്ട്രോണുകൾ തന്മാത്രകളുടെ രൂപം, രാസപ്രവർത്തനശേഷി, ധ്രുവീയത എന്നിവയെ കാര്യമായി സ്വാധീനിക്കുന്നു. ലൂയിസ് ആസിഡ് ബേസ് സിദ്ധാന്തം രാസപ്രവർത്തനങ്ങളെ ഇലക്ട്രോൺ കൈമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു. ഹൈഡ്രജൻ ബന്ധനം എന്നാൽ എന്ത്? അതിന്റെ പ്രധാന സവിശേഷതകൾ ഏതെല്ലാം? ഹൈഡ്രജൻ ബന്ധനം എന്നത് ഒരു ഹൈഡ്രജൻ ആറ്റവും സാധാരണയായി ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ പോലുള്ള ഉയർന്ന വൈദ്യുത നെഗറ്റീവ് ആറ്റവുമായി കോവാലന്റ് ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതേ തന്മാത്രയിലോ മറ്റൊരു തന്മാത്രയിലോ ഉള്ള മറ്റൊരു വൈദ്യുത നെഗറ്റീവ് ആറ്റവും തമ്മിലുള്ള ഒരു ദുർബലമായ ഇലക്ട്രോസ്റ്റാറ്റിക് ആകർഷണ ശക്തിയാണ്. ഈ ബന്ധനങ്ങൾ കോവാലന്റ് ബന്ധനങ്ങളെക്കാൾ ദുർബലമാണ്. സാധാരണയായി H2O, NH3, HF പോലുള്ള തന്മാത്രകളിൽ ഉയർന്ന തിളനിലയ്ക്കും ധ്രുവീയതയ്ക്കും കാരണമാകുന്നു. ഹൈഡ്രജൻ ബന്ധനം ജലത്തിന്റെ ഉയർന്ന തിളനില, DNA, ഘടനയുടെ സ്ഥിരത, പ്രോട്ടീനുകളുടെ ത്രിമാന രൂപീകരണം തുടങ്ങിയ നിരവധി ജൈവ, ഭൗതിക പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഇത് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ശക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സിഗ്മ ബോണ്ട് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? മറ്റ് സഹസംയോജക ബോണ്ടുകളെ അപേക്ഷിച്ച് ഇതിന്റെ ശക്തി എങ്ങനെയാണ്? അറ്റോമിക് ഓർബിറ്റലുകൾ ഇന്റർന്യൂക്ലിയർ അക്ഷത്തിൽ ലീനിയറായി നേർക്കുനേർ ഓവർലാപ്പ് ചെയ്യുമ്പോൾ സിഗ്മ ബോണ്ട് രൂപപ്പെടുന്നു. ഇത് സാധാരണയായി ഏറ്റവും ശക്തമായ സഹസംയോജക ബോണ്ടായി കണക്കാക്കപ്പെടുന്നു. സിഗ്മ ബോണ്ടുകൾക്ക് നേരിട്ടുള്ള ഓവർലാപ്പ് കാരണം ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രതയുണ്ട്. ഇത് വളരെ സ്ഥിരതയുള്ളതാക്കുന്നു. എല്ലാ സിംഗിൾ ബോണ്ടുകളും സിഗ്മ ബോണ്ടുകളാണ്. ഡബിൾ, ട്രിപ്പിൾ ബോണ്ടുകളിൽ ഒന്നെങ്കിലും സിഗ്മ ബോണ്ടായിരിക്കും. പൈ ബോണ്ട് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഇന്റർന്യൂക്ലിയർ അക്ഷത്തിന് ലംബമായ ഒരു തലത്തിലൂടെ അറ്റോമിക് ഓർബിറ്റലുകൾക്ക് ലാറ്ററൽ വശങ്ങളിലേക്ക് ഓവർലാപ്പിംഗ് സംഭവിക്കുമ്പോൾ പൈ ബോണ്ട് രൂപപ്പെടുന്നു. പൈ ബോണ്ടുകൾ സിഗ്മ ബോണ്ടുകളേക്കാൾ ദുർബലമാണ്, കാരണം സൈഡ്വേ ഓവർലാപ്പ് ഇലക്ട്രോൺ സാന്ദ്രത കുറക്കുന്നു. ഡബിൾ, ട്രിപ്പിൾ ബോണ്ടുകളിൽ സിഗ്മ ബോണ്ടിനൊപ്പം 1-2 പൈ ബോണ്ടുകളുണ്ടാകും. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ VSEPR സിദ്ധാന്തം എന്താണ്? ആര് ഇത് വികസിപ്പിച്ചു? ഒരു തന്മാത്രയിലെ കേന്ദ്ര ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ ജോഡികൾ, ബോണ്ടിംഗ് ജോഡികളും ലോൺ ജോഡികളും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് വികർഷണമാണ് സഹസംയോജക തന്മാത്രകളുടെ ജ്യാമിതി നിർണ്ണയിക്കുന്നതെന്ന് VSEPR സിദ്ധാന്തം പറയുന്നു. ഈ സിദ്ധാന്തം സിഡ്ജ്വിക്ക്, പവൽ എന്നിവരാണ് ആദ്യമായി നിർദ്ദേശിച്ചത്. പിന്നീട് ഗില്ലസ്പിയും നൈഹോമും ചേർന്ന് വികസിപ്പിച്ചു. VSEPR സിദ്ധാന്തം തന്മാത്രകളുടെ ത്രിമാന രൂപം പ്രവചിക്കാൻ സഹായിക്കുന്നു. ഇലക്ട്രോൺ ജോഡികൾ പരമാവധി അകലം പാലിക്കാൻ ശ്രമിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് തന്മാത്രയുടെ പ്രത്യേക ജ്യാമിതീയ രൂപത്തിന് കാരണമാകുന്നു. ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷന്റെ സാധാരണ തരങ്ങളും അവയുമായി ബന്ധപ്പെട്ട തന്മാത്രാ ജ്യാമിതികളും ഏതാണ്? ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷന്റെ സാധാരണ തരങ്ങളും അവയുമായി ബന്ധപ്പെട്ട ആകൃതികളും ഇവയാണ്: sp ലീനിയർ, sp2 ട്രൈഗണൽ പ്ലാനർ, sp3 ടെട്രാഹെഡ്രൽ, sp3d ട്രൈഗണൽ ബൈപിരമിഡൽ, കൂടാതെ sp3d2 ഒക്ടാഹെഡ്രൽ. തന്മാത്രകൾ രൂപീകരിക്കുമ്പോൾ ആറ്റോമിക ഓർബിറ്റലുകൾ കൂടിച്ചേർന്ന് പുതിയ ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഹൈബ്രിഡൈസേഷൻ. ഈ ഹൈബ്രിഡ് ഓർബിറ്റലുകൾ തന്മാത്രയുടെ ജ്യാമിതീയ രൂപം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. പാരാമാഗ്നറ്റിക് സ്പീഷീസുകളെ ഡയാമാഗ്നറ്റിക് സ്പീഷീസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? പാരാമാഗ്നറ്റിക് സ്പീഷീസുകളിൽ ഒന്നോ അതിലധികമോ ഒറ്റ ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. അവ ഒരു ബാഹ്യ കാന്തികക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു.
എന്നാൽ ഡയാമാഗ്നറ്റിക് സ്പീഷീസുകളിൽ എല്ലാ ഇലക്ട്രോണുകളും ജോഡിയാക്കപ്പെട്ടവയാണ്, അവ ഒരു കാന്തികക്ഷേത്രത്താൽ ദുർബലമായി വികർഷിക്കപ്പെടുന്നു. ഒരു പദാർത്ഥത്തിന്റെ കാന്തിക സ്വഭാവം അതിന്റെ ഇലക്ട്രോൺ വിന്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇലക്ട്രോണുകൾ ജോഡിയാക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്പിൻ മാഗ്നറ്റിക് മൊമെന്റാണ് പാരാമാഗ്നറ്റിസത്തിന് കാരണം. മോളിക്യുലാർ ഓർബിറ്റൽ സിദ്ധാന്തം മോട്ട് ആര് വികസിപ്പിച്ചു? അതിന്റെ പ്രധാന തത്വം എന്താണ്? മോളിക്യുലാർ ഓർബിറ്റൽ സിദ്ധാന്തം മോട്ട് വികസിപ്പിച്ചത് ഹണ്ട്, മുള്ളിക്കൻ എന്നിവരാണ്. ആറ്റങ്ങൾ ഒരു തന്മാത്ര രൂപീകരിക്കാൻ കൂടിച്ചേരുമ്പോൾ അവയുടെ അറ്റോമിക് ഓർബിറ്റലുകൾ സംയോജിച്ച് മുഴുവൻ തന്മാത്രയിലും വ്യാപിക്കുന്ന പുതിയ മോളിക്യുലാർ ഓർബിറ്റലുകൾ രൂപീകരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന തത്വം. ബോണ്ടിങ്ങിനെക്കുറിച്ചുള്ള ഒരു സുപ്രധാന സിദ്ധാന്തമാണിത്. പ്രത്യേകിച്ച് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് സ്വഭാവങ്ങളും ബോണ്ട് ഓർഡറുകളും പോലുള്ള തന്മാത്രകളുടെ പ്രത്യേകതകൾ വിശദീകരിക്കാൻ ഇത് സഹായിക്കുന്നു. അറ്റോമിക് ഓർബിറ്റലുകൾ ലീനിയർ കോമ്പിനേഷനിലൂടെ മോളിക്യുലാർ ഓർബിറ്റലുകളായി മാറുന്നു. തന്മാത്രാ ജ്യാമിതിയും വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? സിഡ്ജ്വിക്കും പവലും ചേർന്നാണ് ഈ ആശയം 1940കളിൽ ആദ്യമായി അവതരിപ്പിച്ചത്. VSEPR സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനമായ ഈ ആശയം തന്മാത്രകളുടെ രൂപം പ്രവചിക്കുന്നതിൽ ഒരു വഴിത്തിരിവായിരുന്നു. ഇലക്ട്രോൺ ജോഡികൾ തമ്മിലുള്ള വികർഷണം തന്മാത്രാ ജ്യാമിതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഇത് വിശദീകരിക്കുന്നു. ഓർഗാനിക് തന്മാത്രകളുടെയും പ്രതിപ്രവർത്തനങ്ങളുടെയും സ്റ്റീരിയോ കെമിസ്ട്രിയിലെ ഗവേഷണത്തിന് 1975-ൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? വ്ളാഡിമിർ പ്രീലോഗിനാണ് 1975-ൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. വ്ളാഡിമിർ പ്രീലോഗ് സ്വിസ് ക്രൊയേഷ്യൻ രസതന്ത്രജ്ഞനാണ്. സ്റ്റീരിയോ കെമിസ്ട്രി എന്നത് തന്മാത്രകളുടെ ത്രിമാന ഘടനയെക്കുറിച്ചും അവയുടെ രാസപ്രവർത്തനങ്ങളിൽ ഇത് എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചുമുള്ള പഠനമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 14 ബ്രാവേസ് ലാറ്റിസുകൾ അഥവാ സ്ഥലത്തിലെ ക്രമമായി ആവർത്തിക്കുന്ന പോയിന്റുകളുടെ ക്രമീകരണങ്ങൾ കണ്ടെത്തിയത് ആരാണ്? അഗസ്റ്റെ ബ്രാവേസാണ് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇത് കണ്ടെത്തിയത്. ക്രിസ്റ്റൽ ഘടനകളെ തരംതിരിക്കുന്നതിൽ ബ്രാവേസ് ലാറ്റിസുകൾക്ക് അടിസ്ഥാനപരമായ പ്രാധാന്യമുണ്ട്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ ആറ്റങ്ങളുടെ ക്രമീകരണം വിശദീകരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് മെറ്റീരിയൽ സയൻസ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്നിവയിൽ നിർണായകമാണ്. ന്യൂക്ലിയർ ശക്തിയുടെ സിദ്ധാന്തം കണ്ടെത്തിയതിന് 1949-ൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹിദേകി യുക്കാവക്കാണ് 1949-ൽ നോബൽ സമ്മാനം ലഭിച്ചത്. ജാപ്പനീസ് സൈദ്ധാന്തിക ഭൗതികശാസ്ത്രജ്ഞനായ യുക്കാവ, ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് നിർത്തുന്ന ശക്തമായ ന്യൂക്ലിയർ ശക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്ന മെസോൺ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ഈ കണ്ടുപിടുത്തം കണികാ ഭൗതികശാസ്ത്രത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. ഇലക്ട്രോൺ കൈമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഓക്സിഡേഷനും റിഡക്ഷനും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? ഓക്സിഡേഷൻ എന്നത് ഒരു പദാർത്ഥം ഒന്നോ അതിലധികമോ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുകയും തൽഫലമായി അതിന്റെ ഓക്സിഡേഷൻ സംഖ്യ കൂടുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അതേസമയം റിഡക്ഷൻ എന്നത് ഒരു പദാർത്ഥം ഒന്നോ അതിലധികമോ ഇലക്ട്രോണുകൾ നേടുകയും തൽഫലമായി അതിന്റെ ഓക്സിഡേഷൻ സംഖ്യ കുറയുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഓക്സിഡേഷൻ, റിഡക്ഷൻ, റെഡോക്സ് പ്രതിപ്രവർത്തനങ്ങൾ രസതന്ത്രത്തിലെ അടിസ്ഥാനപരമായ ആശയങ്ങളാണ്. ഒരു പദാർത്ഥം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സംഖ്യ കൂടുന്നു, ഓക്സിഡേഷൻ. ഒരു പദാർത്ഥം ഇലക്ട്രോണുകൾ നേടുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സംഖ്യ കുറയുന്നു, റിഡക്ഷൻ. ഈ രണ്ട് പ്രക്രിയകളും ഒരേസമയം സംഭവിക്കുന്നു. ഓക്സിഡേഷൻ സംഖ്യ എന്താണ് സൂചിപ്പിക്കുന്നത്? ഓക്സിഡേഷൻ സംഖ്യ അഥവാ ഓക്സിഡേഷൻ അവസ്ഥ എന്നത് എല്ലാ ബോണ്ടുകളും 100% അയോണികമായിരുന്നുവെങ്കിൽ ഒരു ആറ്റത്തിന് ഉണ്ടാകുമായിരുന്ന സാങ്കൽപ്പിക ചാർജിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് ആറ്റം ഫലപ്രദമായി നേടിയ, നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അസമമായി പങ്കിട്ട ഇലക്ട്രോണുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഒരു തന്മാത്രയിലെ ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ സ്വഭാവം നിർണ്ണയിക്കാൻ ഓക്സിഡേഷൻ സംഖ്യ സഹായിക്കുന്നു. ഇത് ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നിലയെ സൂചിപ്പിക്കുകയും റെഡോക്സ് പ്രതിപ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനമാണ്. സംയുക്തങ്ങളിലെ രാസബന്ധനങ്ങളുടെ സ്വഭാവം പഠിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഒരു രാസപ്രവർത്തനത്തിലെ ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റും എന്നാൽ എന്താണ്? ഒരു ഓക്സിഡൈസിംഗ് ഏജന്റ് അഥവാ ഓക്സിഡന്റ് എന്നത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും സ്വയം റിഡക്ഷന് വിധേയമാകുകയും ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്, അതുവഴി മറ്റൊരു പദാർത്ഥത്തെ ഓക്സിഡൈസ് ചെയ്യുന്നു.
നേരെമറിച്ച് ഒരു റെഡ്യൂസിംഗ് ഏജന്റ് അഥവാ റിഡക്ടന്റ് എന്നത് ഇലക്ട്രോണുകളെ ദാനം ചെയ്യുകയും സ്വയം ഓക്സിഡേഷന് വിധേയമാകുകയും ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്, അതുവഴി മറ്റൊരു പദാർത്ഥത്തെ റിഡ്യൂസ് ചെയ്യുന്നു. റെഡോക്സ് പ്രതിപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് മറ്റൊന്നിനെ ഓക്സിഡൈസ് ചെയ്യുന്ന പദാർത്ഥത്തെ ഓക്സിഡൈസിംഗ് ഏജന്റ് എന്നും ഇലക്ട്രോണുകളെ ദാനം ചെയ്ത് മറ്റൊന്നിനെ റിഡ്യൂസ് ചെയ്യുന്ന പദാർത്ഥത്തെ റെഡ്യൂസിംഗ് ഏജന്റ് എന്നും പറയുന്നു. ഈ ഏജന്റുകൾക്ക് വൈദ്യുത രസതന്ത്രത്തിലും വ്യാവസായിക പ്രക്രിയകളിലും വലിയ പ്രാധാന്യമുണ്ട്. ആര്യ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥമെന്ത്? ശ്രേഷ്ഠൻ അല്ലെങ്കിൽ കുലീനൻ. ആര്യ എന്ന വാക്ക് പലപ്പോഴും വേദകാലത്തെ ജനവിഭാഗങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇത് ഒരു ഭാഷാപരമായ അർത്ഥവും സാമൂഹിക പദവിയെ സൂചിപ്പിക്കുന്ന ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ശ്രേഷ്ഠൻ അഥവാ കുലീനൻ എന്നാണ്. ഋഗ്വേദവുമായി ബന്ധപ്പെട്ട പുരോഹിതൻ ആരായിരുന്നു? ഹോവ. വേദകാലത്ത് യാഗങ്ങൾ നടത്തുന്നതിനും മന്ത്രങ്ങൾ ചൊല്ലുന്നതിനും വിവിധ പുരോഹിതർക്ക് പ്രത്യേക സ്ഥാനങ്ങളുണ്ടായിരുന്നു. ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ ചൊല്ലിയിരുന്നത് ഹോവ എന്നറിയപ്പെടുന്ന പുരോഹിതനായിരുന്നു. ഇത് വേദകാലത്തെ മതപരമായ ആചാരങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. യജുർവേദവുമായി ബന്ധപ്പെട്ട പുരോഹിതൻ ആരായിരുന്നു? അധ്വർയു. അധ്വർയു എന്നത് യജുർവേദത്തിലെ ആചാരങ്ങളും യാഗങ്ങളും നടത്തുന്ന പുരോഹിതനെയാണ് സൂചിപ്പിക്കുന്നത്. വേദകാലഘട്ടത്തിൽ ഓരോ വേദത്തിനും അതിന്റേതായ പ്രത്യേക പുരോഹിത വിഭാഗം ഉണ്ടായിരുന്നു. യാഗങ്ങളുടെ കൃത്യമായ നിർവഹണത്തിന് ഇവർ അത്യന്താപേക്ഷിതരായിരുന്നു. സാമവേദവുമായി ബന്ധപ്പെട്ട പുരോഹിതൻ ആരായിരുന്നു? ഉദ്ഗാത. ഉദ്ഗാത സാമവേദത്തിലെ മന്ത്രങ്ങൾ ഉച്ചസ്ഥായിയിൽ ആലപിക്കുന്ന പുരോഹിതനെയാണ്. സാമവേദം പ്രധാനമായും സ്തുതിഗീതങ്ങളെയും അവയുടെ ആലാപനരീതികളെയും കുറിച്ചുള്ളതാണ്. യാഗശാലകളിൽ ഈ ഗീതങ്ങൾ ആലപിക്കാൻ ഉദ്ഗാതയ്ക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. അഥർവവേദവുമായി ബന്ധപ്പെട്ട പുരോഹിതൻ ആരായിരുന്നു? ബ്രഹ്മാവ്. അഥർവവേദത്തിലെ ആചാരങ്ങളെയും മന്ത്രങ്ങളെയും കൈകാര്യം ചെയ്തിരുന്നത് ബ്രഹ്മാവ് എന്ന പുരോഹിതനാണ്. യാഗങ്ങളിൽ ഏതെങ്കിലും പിഴവുകൾ ഉണ്ടായാൽ അവ തിരുത്തുന്നതിനും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതിനും ചുമതലപ്പെട്ട പുരോഹിതൻ കൂടിയായിരുന്നു ബ്രഹ്മാവ്. എല്ലാ വേദങ്ങളെക്കുറിച്ചും അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ സ്ഥാനം വഹിച്ചിരുന്നത്. 4 വേദങ്ങളെയും പൊതുവായി എന്തു വിളിക്കുന്നു? സംഹിത. വേദങ്ങളുടെ പ്രധാന ഭാഗങ്ങളായ മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭാഗത്തെയാണ് സംഹിത എന്ന് പൊതുവായി പറയുന്നത്. ഓരോ വേദത്തിനും അതിന്റേതായ സംഹിതകളുണ്ട്. ഇവ പ്രാചീന ഭാരതത്തിലെ മതപരവും സാമൂഹികവുമായ അറിവിന്റെ പ്രധാന സ്രോതസ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും പഴക്കമുള്ളതുമായ വേദം ഏതാണ്? ഋഗ്വേദം. ഋഗ്വേദം 4 വേദങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായി കണക്കാക്കപ്പെടുന്നു. ദേവന്മാരെ സ്തുതിക്കുന്ന ആയിരക്കണക്കിന് മന്ത്രങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് വേദകാലഘട്ടത്തിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും ജീവിതരീതികളെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഏതൊക്കെ 3 വേദങ്ങളെയാണ് വേദത്രയി എന്ന് പൊതുവായി അറിയപ്പെടുന്നത്? ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിവയെ ചേർത്താണ് വേദത്രയി എന്ന് വിളിക്കുന്നത്. ഈ 3 വേദങ്ങൾക്കും യാഗാനുഷ്ഠാനങ്ങളുമായി നേരിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അഥർവവേദം പിൽക്കാലത്ത് രചിക്കപ്പെട്ടതും മന്ത്രവാദം, വൈദ്യം തുടങ്ങിയ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയിരുന്നതുകൊണ്ടും ഇത് വേദത്രയിയിൽ ഉൾപ്പെടുന്നില്ല. വർണ്ണം എന്ന വാക്കിന്റെ ആദ്യത്തെ വിവരണം ഏതു വേദത്തിലാണ് കാണപ്പെടുന്നത്? ഋഗ്വേദം. വർണ്ണം എന്ന വാക്കിന്റെ ആദ്യത്തെ വിവരണം ഋഗ്വേദത്തിലാണ് കാണപ്പെടുന്നത്. ഇത് ആദ്യകാലങ്ങളിൽ നിറത്തെയും പിന്നീട് സാമൂഹിക വിഭാഗങ്ങളെയും സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു. ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ പുരുഷസൂക്തത്തിലാണ് ചാതുർവർണ്ണ്യത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശം. ഋഗ്വേദത്തിലെ ഏതു ഭാഗത്താണ് ശൂദ്രൻ എന്ന വാക്ക് ആദ്യമായി പരാമർശിക്കപ്പെടുന്നത്? ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ പുരുഷസൂക്തത്തിൽ. ശൂദ്രൻ എന്ന വാക്ക് ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ പുരുഷസൂക്തത്തിലാണ് ആദ്യമായി പരാമർശിക്കപ്പെടുന്നത്. ഇത് സാമൂഹിക ശ്രേണിയിലെ 4ാമത്തെ വിഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഈ പരാമർശം വേദകാലഘട്ടത്തിലെ വർണ്ണവ്യവസ്ഥയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഋഗ്വേദത്തിൽ എത്ര സൂക്തങ്ങളും ശ്ലോകങ്ങളുമുണ്ട്? 1028 സൂക്തങ്ങളും 10552 ശ്ലോകങ്ങളും. ഋഗ്വേദത്തിൽ 1028 സൂക്തങ്ങളും ഏകദേശം 10552 ശ്ലോകങ്ങളും മന്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു.
ഇവ 10 മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ വേദഗ്രന്ഥത്തിന്റെ വിശാലതയും ഉള്ളടക്കത്തിന്റെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു. പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലെ ഏതു മണ്ഡലത്തിലാണ് കാണപ്പെടുന്നത്? 3-ാം മണ്ഡലം. പ്രസിദ്ധമായ ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലെ 3-ാം മണ്ഡലത്തിലാണ് കാണപ്പെടുന്നത്. ഈ മന്ത്രം സവിതാ ദേവനെ, സൂര്യദേവൻ, സ്തുതിക്കുന്നതും ജ്ഞാനത്തിനും പ്രകാശത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ്. ഇത് ഹൈന്ദവധർമ്മത്തിലെ ഏറ്റവും പവിത്രമായ മന്ത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഋഗ്വേദവുമായി ഉള്ളടക്കം പങ്കിടുന്ന ഇറാനിയൻ ഭാഷയിലെ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥം ഏതാണ്? അവസ്ഥ. അവസ്ഥ സ്വരാഷ്ട്രിയൻ മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ്. ഇത് ഇറാനിയൻ ഭാഷയിലെ ഏറ്റവും പഴക്കമുള്ള പാഠങ്ങളിലൊന്നാണ്. ഋഗ്വേദവുമായി ഇത് ഭാഷാപരമായും ഉള്ളടക്കത്തിലും പല സാമ്യങ്ങളും പങ്കിടുന്നു. ഇത് ഇന്തോ ഇറാനിയൻ ജനതയുടെ പൊതുവായ ഉത്ഭവത്തെയും സാംസ്കാരിക ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ സ്തുതിഗീതങ്ങൾ അർപ്പിക്കപ്പെട്ടിട്ടുള്ള 2 ദേവന്മാരും അവർക്ക് ഓരോരുത്തർക്കും എത്ര സ്തുതിഗീതങ്ങളുമാണുള്ളത്? ഇന്ദ്രൻ 250 സ്തുതിഗീതങ്ങൾ, അഗ്നി 200 സ്തുതിഗീതങ്ങൾ. ഋഗ്വേദത്തിൽ ഇന്ദ്രനും അഗ്നിക്കുമാണ് ഏറ്റവും കൂടുതൽ സ്തുതിഗീതങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ദ്രൻ ഒരു യുദ്ധദേവനായും മേഘങ്ങളെ നിയന്ത്രിക്കുന്നവനായും വർണ്ണിക്കപ്പെടുമ്പോൾ അഗ്നിയാഗങ്ങളിലെ പ്രധാന മധ്യസ്ഥനും ദേവന്മാർക്കും മനുഷ്യർക്കുമിടയിലുള്ള കണ്ണിയായും ആരാധിക്കപ്പെടുന്നു. ഋഗ്വേദത്തിലെ ഏതു മണ്ഡലമാണ് സോമന് സമർപ്പിച്ചിരിക്കുന്നത്? 9-ാം മണ്ഡലം. ഋഗ്വേദത്തിലെ 9-ാം മണ്ഡലം പൂർണ്ണമായും സോമദേവന് സമർപ്പിച്ചിരിക്കുന്നു. സോമൻ ഒരു ഔഷധ സസ്യവും അതിൽ നിന്നുണ്ടാക്കുന്ന മദ്യവും ഈ മദ്യത്തിന്റെ ദേവനുമാണ്. വൈദിക യാഗങ്ങളിൽ സോമരസത്തിനു വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇത് ദേവന്മാർക്ക് അർപ്പിക്കുകയും ഋഷിമാർ സേവിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും യാഗങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദം ഏതാണ്? യജുർവേദം. യജുർവേദം പ്രധാനമായും യാഗങ്ങൾ നടത്താനുള്ള നിയമങ്ങളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഉൾക്കൊള്ളുന്നു. യജുസ് എന്ന വാക്കിന് യാഗം എന്നാണർത്ഥം. ഇത് യാഗകർമ്മങ്ങളുടെ വിശദാംശങ്ങൾ, അർപ്പണങ്ങൾ, അവയുടെ ശരിയായ നിർവഹണ രീതികൾ എന്നിവയെല്ലാം വിവരിക്കുന്നു. യജുർവേദത്തിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഏതെല്ലാം? ശുക്ല യജുർവേദം, വെളുത്ത യജുർവേദം, കൃഷ്ണ യജുർവേദം, കറുത്ത യജുർവേദം. യജുർവേദത്തിന് ശുക്ല യജുർവേദം എന്നും കൃഷ്ണ യജുർവേദം എന്നും 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ശുക്ല യജുർവേദത്തിൽ മന്ത്രങ്ങൾ വ്യക്തവും ചിട്ടപ്പെടുത്തിയതുമായിരിക്കുമ്പോൾ കൃഷ്ണ യജുർവേദത്തിൽ മന്ത്രങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും ഗദ്യത്തിൽ ഇടകലർന്നിരിക്കുന്നു. ശുക്ല യജുർവേദത്തിന്റെ മറ്റൊരു പേര് എന്താണ്? വാചസ്പനേയി സംഹിത. ശുക്ല യജുർവേദം വാചസ്പനേയി സംഹിത എന്ന പേരിലും അറിയപ്പെടുന്നു. വാചസ്പനേയി എന്ന പേര് യാജ്ഞവൽക്യ മഹർഷിയുടെ പിതാവായ വാചസ്പനിയുടെ പേരിൽ നിന്നാണ് വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സംഹിതയിൽ യാഗങ്ങൾക്കുള്ള ശുദ്ധമായ മന്ത്രങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ സംഗീതത്തിന്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന വേദം ഏതാണ്? സാമവേദം. സാമവേദം ഇന്ത്യൻ സംഗീതത്തിന്റെ, പ്രത്യേകിച്ചും ശാസ്ത്രീയ സംഗീതത്തിന്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. സാമ എന്ന വാക്കിന് ഗാനം എന്നാണർത്ഥം. ഇതിലെ മന്ത്രങ്ങൾ ശ്രുതിബദ്ധമായി ആലപിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ്. ഇത് സപ്തസ്വരങ്ങളുടെയും രാഗങ്ങളുടെയും ആദ്യരൂപങ്ങൾക്ക് വഴിയൊരുക്കി. തന്ത്രമന്ത്രങ്ങൾ, മന്ത്രവാദം തുടങ്ങിയ ആചാരങ്ങളുടെ തെളിവുകൾ അടങ്ങിയിരിക്കുന്ന വേദം ഏതാണ്? അഥർവവേദം. അഥർവവേദം തന്ത്രമന്ത്രങ്ങൾ, മന്ത്രവാദം, രോഗശാന്തി, ഭൂതബാധ ഒഴിപ്പിക്കൽ തുടങ്ങിയ അന്നത്തെ സാമൂഹിക ജീവിതത്തിലെ വിവിധ ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ഇത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ വിശ്വാസങ്ങളെയും ഭയങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നതുകൊണ്ട് മറ്റു വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രജാപതിയുടെ 2 പുത്രിമാരായി സഭ യെയും സമിതി യെയും ഏതു വേദത്തിലാണ് വിശേഷിപ്പിക്കുന്നത്? അഥർവവേദം. അഥർവവേദത്തിൽ സഭ യും സമിതി യും പ്രജാപതിയുടെ 2 പുത്രിമാരായി പരാമർശിക്കപ്പെടുന്നു. ഈ പരാമർശം വൈദിക കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്ഥാപനങ്ങളായ സഭയുടെയും സമിതിയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. സഭ ഒരു ചെറിയ പ്രഭുസഭയായിരുന്നപ്പോൾ സമിതി സാധാരണ ജനങ്ങളുടെ പ്രതിനിധി സഭയായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ സഭ എന്തായിരുന്നു? സഭ എന്നത് മുതിർന്നവരുടെയും പ്രഭുക്കന്മാരുടെയും സമിതിയായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ സഭ എന്നത് പ്രമുഖരായ മുതിർന്നവരുടെയും പ്രഭുക്കന്മാരുടെയും ഒരു സമിതിയായിരുന്നു.
ഇത് പ്രധാനമായും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങളിൽ തീരുമാനമെടുക്കുകയും രാജാവിനെ ഉപദേശിക്കുകയും ചെയ്തു. സമിതിയെ അപേക്ഷിച്ച് ഇതിന് കുറഞ്ഞ അംഗങ്ങളും കൂടുതൽ അധികാരവുമുണ്ടായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ സ്ത്രീകളും സഭയിലും സമിതിയിലും പങ്കാളിത്തം വഹിച്ചിരുന്നോ? അതെ, സ്ത്രീകൾ സഭയിലും സമിതിയിലും പങ്കെടുത്തിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിലെ സഭകളും സമിതികളും ഗോത്രപരമായ സ്ഥാപനങ്ങളായിരുന്നു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇത് പിന്നീട് വന്ന സാമൂഹിക ഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഋഗ്വേദത്തിലെ ഏതു മണ്ഡലത്തിലാണ് ദശരാജന യുദ്ധം, 10 രാജാക്കന്മാരുടെ യുദ്ധം വിവരിക്കുന്നത്? ഇത് ആരെല്ലാർക്കിടയിലായിരുന്നു നടന്നത്? ഋഗ്വേദത്തിലെ 7-ാം മണ്ഡലത്തിലാണ് ഇത് വിവരിക്കുന്നത്. പരുഷ്ണി, രാവി നദിയുടെ തീരത്ത് പുരു രാജാവായ സുദാസിനും 10 രാജാക്കന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്കും ഇടയിലായിരുന്നു ഇത് നടന്നത്. ഭാരതത്തിന്റെ ആദ്യകാല ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ദശരാജന യുദ്ധം. വരദ ഗോത്രത്തിലെ സുദാസു രാജാവ് പുരോഹിതനായ വിശ്വാമിത്രനെ മാറ്റി വസിഷ്ഠനെ നിയമിച്ചതിനെ തുടർന്ന് വിശ്വാമിത്രന്റെ നേതൃത്വത്തിലുള്ള 10 ഗോത്രങ്ങളുടെ സഖ്യവുമായി നടന്ന ഈ യുദ്ധം ആര്യന്മാരുടെ രാഷ്ട്രീയ മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിൽ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഉപനിഷത്തുകൾ ഏതുതരം ഗ്രന്ഥങ്ങളാണ്? ദാർശനിക ഗ്രന്ഥങ്ങൾ. വേദങ്ങളുടെ അവസാന ഭാഗമായി കണക്കാക്കുന്ന ഉപനിഷത്തുകൾ ആത്മാവ്, ബ്രഹ്മം, മോക്ഷം, കർമ്മം തുടങ്ങിയ തത്വചിന്താപരമായ ആശയങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾ ഉൾക്കൊള്ളുന്നു. ഇവ ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഉപനിഷത്തുകളുടെ മറ്റൊരു പേരെന്താണ്? വേദാന്തം. വേദങ്ങളുടെ അവസാന ഭാഗം എന്ന അർത്ഥത്തിലാണ് ഉപനിഷത്തുകൾക്ക് വേദാന്തം എന്ന പേര് ലഭിച്ചത്. ഇത് വേദങ്ങളുടെ ജ്ഞാനപരമായ അംശങ്ങളെയും ദാർശനിക നിഗമനങ്ങളെയും ഉൾക്കൊള്ളുന്നു. മോക്ഷം എന്ന ആശയം ആദ്യമായി പരാമർശിക്കപ്പെടുന്ന പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതാണ്? ഉപനിഷത്തുകൾ. ഉപനിഷത്തുകളിലാണ് മോക്ഷം, പുനർജന്മം, കർമ്മഫലം തുടങ്ങിയ തത്വചിന്താപരമായ ആശയങ്ങൾ ആദ്യമായി വ്യക്തമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ലൗകിക ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുള്ള മാർഗമായാണ് മോക്ഷത്തെ ഉപനിഷത്തുകൾ അവതരിപ്പിക്കുന്നത്. ഋഗ്വേദത്തിലെ അഗന്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പശു. ഋഗ്വേദ കാലഘട്ടത്തിൽ പശുക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അഗന്യ എന്ന വാക്കിന് കൊല്ലാൻ പാടില്ലാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് പശുക്കളെ അത്രയധികം പവിത്രമായും സാമ്പത്തികമായും വിലപ്പെട്ടതായും കരുതിയിരുന്നതിന്റെ സൂചന നൽകുന്നു. ഋഗ്വേദത്തിലെ ദുഹിത്രി എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പശുവിനെ കറക്കുന്നവൾ അല്ലെങ്കിൽ മകൾ. ദുഹിത്രി എന്ന വാക്ക് ദുഹ കറക്കുക എന്ന ധാതുവിൽ നിന്ന് വന്നതാണ്. ഇത് ഋഗ്വേദ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പെൺമക്കൾക്ക്, കന്നുകാലികളുമായി ബന്ധപ്പെട്ട ജോലികളിലുണ്ടായിരുന്ന പങ്കാളിത്തത്തെയും അവരുടെ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. ഋഗ്വേദത്തിലെ യവ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബാർലി. ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളിൽ ഒന്നായിരുന്നു യവ അഥവാ ബാർലി. ഇത് അന്നത്തെ ജനങ്ങളുടെ ഭക്ഷണക്രമത്തിലെ ഒരു പ്രധാന ഘടകമായിരുന്നു. ഋഗ്വേദത്തിലെ ലാംഗൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കലപ്പ. ലാംഗൽ എന്നത് കൃഷിക്കായി ഉപയോഗിക്കുന്ന കലപ്പയെ സൂചിപ്പിക്കുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ കാർഷിക വൃത്തിക്ക് ഉണ്ടായിരുന്ന പ്രാധാന്യം ഈ പദം എടുത്തു കാണിക്കുന്നു. നചികേതസ്സും യമനും തമ്മിലുള്ള സംവാദം ഏത് ഉപനിഷത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്? കഠോപനിഷത്ത്. മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള തത്വചിന്താപരമായ അന്വേഷണമാണ് കഠോപനിഷത്തിലെ നചികേതസ് യമ സംവാദം. ഇത് ആത്മാവിന്റെ അമരത്വത്തെയും പരമമായ സത്യത്തെയും കുറിച്ചുള്ള വേദാന്ത ദർശനങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്നു. വൈദിക സാഹിത്യത്തിന്റെ ശരിയായ കാലക്രമം എന്താണ്? വേദസാഹിത്യം, സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. വേദകാലഘട്ടത്തിലെ സാഹിത്യങ്ങളുടെ വികാസത്തെയാണ് ഈ ക്രമം സൂചിപ്പിക്കുന്നത്. സംഹിതകളാണ് ഏറ്റവും പഴക്കമുള്ളത്, പിന്നീട് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഏറ്റവും ഒടുവിൽ ഉപനിഷത്തുകൾ എന്നിവ രചിക്കപ്പെട്ടു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെടുന്ന നദി ഏതാണ്? സിന്ധു നദി. ഋഗ്വേദത്തിൽ സിന്ധു നദിയെ സപ്തസിന്ധു 7 നദികൾ എന്ന പ്രദേശത്തിലെ പ്രധാന നദിയായി കണക്കാക്കുന്നു.
ഈ പരാമർശങ്ങൾ ഋഗ്വേദകാലത്തെ ആര്യന്മാരുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപനം വ്യക്തമാക്കുന്നു. ഋഗ്വേദകാലത്തെ ആര്യന്മാർ ഏറ്റവും പവിത്രമായി കണക്കാക്കിയിരുന്ന നദി ഏതാണ്? സരസ്വതി. ഋഗ്വേദത്തിൽ സരസ്വതി നദിയെ നദീതമ നദികളിൽ ഏറ്റവും മികച്ചത് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് പുരാതന വൈദിക സംസ്കാരത്തിൽ സരസ്വതി നദിക്ക് ഉണ്ടായിരുന്ന ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ഋഗ്വേദത്തിൽ പരാമർശിക്കപ്പെടുന്ന ഏത് നദികളാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്നത്? കുബ, കാബൂൾ, ക്രൂമു, ഖുറാം, ഗോമതി, ഗോമൽ, സുവസ്തു, സ്വാത്. ഈ നദികളുടെ പരാമർശം വൈദിക ആര്യന്മാരുടെ ഭൂമിശാസ്ത്രപരമായ അറിവും അവരുടെ ആദ്യകാല കുടിയേറ്റങ്ങളുടെ വ്യാപ്തിയും സൂചിപ്പിക്കുന്നു. ഈ നദികൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 4 ആശ്രമങ്ങൾ, ജീവിതഘട്ടങ്ങൾ എന്ന ആശയം പ്രചാരത്തിൽ വന്നത് എപ്പോഴാണ്? വേദാനന്തര കാലഘട്ടത്തിൽ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയുള്ള 4 ആശ്രമങ്ങൾ വൈദികാനന്തര കാലഘട്ടത്തിലാണ് സമൂഹത്തിൽ ഒരു വ്യവസ്ഥാപിത സങ്കല്പമായി രൂപപ്പെട്ടത്. ഇത് വ്യക്തിയുടെ ജീവിതത്തെ 4 ഘട്ടങ്ങളായി തിരിച്ച് ഓരോന്നിനും വ്യക്തമായ ധർമ്മങ്ങൾ നിശ്ചയിക്കുന്നു. ഏത് ഉപനിഷത്തിലാണ് 4 ആശ്രമങ്ങളെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത്? ജബലോപനിഷത്ത്. ജബലോപനിഷത്തിലാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളെക്കുറിച്ച് ആദ്യമായി വ്യക്തമായി രേഖപ്പെടുത്തുന്നത്. ഇത് വൈദികാനന്തര കാലഘട്ടത്തിലെ സാമൂഹിക ആത്മീയ ചിന്തകളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. വൈദിക നാഗരികതയിൽ ഋതത്തിന്റെ ധാർമ്മിക വ്യവസ്ഥയുടെ തലവനായി കണക്കാക്കിയിരുന്ന ദേവൻ ആരായിരുന്നു? വരുണൻ. പ്രപഞ്ചത്തിലെ ധാർമ്മികവും ഭൗതികവുമായ ക്രമത്തെ സൂചിപ്പിക്കുന്ന ഋത എന്ന സങ്കല്പത്തിന്റെ സംരക്ഷകനായി വൈദിക കാലഘട്ടത്തിൽ വരുണ ദേവനെ കണക്കാക്കിയിരുന്നു. പ്രപഞ്ച നിയമങ്ങളെയും നീതിയെയും നിയന്ത്രിക്കുന്നത് വരുണനാണെന്ന് വിശ്വസിക്കപ്പെട്ടു. വൈദിക ദേവന്മാരുടെ പുരോഹിതനായി കണക്കാക്കിയിരുന്ന ദേവൻ ആരായിരുന്നു? ബൃഹസ്പതി. ദേവന്മാരുടെ ഗുരുവും പുരോഹിതനുമായി ബൃഹസ്പതിയെ വൈദിക ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നു. യജ്ഞങ്ങൾക്കും പ്രാർത്ഥനകൾക്കും മധ്യസ്ഥനായി ദേവന്മാരുമായി ആശയവിനിമയം നടത്തുന്ന ദേവനായും ബൃഹസ്പതിയെ കണക്കാക്കുന്നു. വേദമന്ത്രങ്ങൾ രചിച്ചവരിൽ വേദസാഹിത്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില സ്ത്രീകളുടെ പേരുകൾ ഏതാണ്? അപാല, ഘോഷ, വിശ്വര, ലോപാമുദ്ര. വൈദിക കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന സാമൂഹിക പദവി ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് വേദമന്ത്രങ്ങൾ രചിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. ഇവർ ബ്രഹ്മവാദിനികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരവും ആത്മീയവുമായ പങ്കിനെ എടുത്തുകാണിക്കുന്നു. ആര്യൻ സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകം എന്തായിരുന്നു? അതിന്റെ തലവൻ ആരായിരുന്നു? ഏറ്റവും ചെറിയ ഘടകം കുടുംബം അഥവാ കുലമായിരുന്നു. പിതാവാണ് അതിന്റെ തലവൻ. കുലപ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വൈദിക കാലഘട്ടത്തിലെ ആര്യൻ സമൂഹത്തിൽ കുടുംബം അടിസ്ഥാനപരമായ സാമൂഹിക ഘടനയായിരുന്നു. കുലപൻ എന്ന പിതാവ് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമെന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും അധികാരവും ഉത്തരവാദിത്തവും വഹിച്ചിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ പ്രചാരത്തിലില്ലാതിരുന്ന സാമൂഹിക ആചാരങ്ങൾ ഏതൊക്കെയായിരുന്നു? ശൈശവ വിവാഹവും പർദ്ദ സമ്പ്രദായവും. ഋഗ്വേദ കാലഘട്ടം സ്ത്രീകളുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ശൈശവ വിവാഹം, സതി, പർദ്ദ സമ്പ്രദായം തുടങ്ങിയ പിന്നീട് നിലവിൽ വന്ന പല അടിച്ചമർത്തൽ ആചാരങ്ങളും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും അവസരം ലഭിച്ചിരുന്നു. വൈദിക സമൂഹത്തിലെ നിയോഗ സമ്പ്രദായം എന്തായിരുന്നു? വിധവയ്ക്ക് മരിച്ച ഭർത്താവിന്റെ ഇളയ സഹോദരനെയോ അടുത്ത ബന്ധുവിനെയോ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്ന ഒരു സമ്പ്രദായം. നിയോഗ സമ്പ്രദായം എന്നത് വൈദിക കാലഘട്ടത്തിലെ ഒരു സാമൂഹിക ആചാരമായിരുന്നു. ഈ സമ്പ്രദായം വഴി വിധവയ്ക്ക് തന്റെ മരിച്ച ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു പുരുഷനുമായി, പ്രത്യേകിച്ച് സന്താനോൽപാദനത്തിനു വേണ്ടി ബന്ധം സ്ഥാപിക്കാൻ അനുവാദമുണ്ടായിരുന്നു. ഇത് വംശം നിലനിർത്താൻ സഹായിച്ചിരുന്നു. വൈദിക സമൂഹത്തിൽ ആജീവനാന്തം അവിവാഹിതരായിരുന്ന സ്ത്രീകളെ എന്താണ് വിളിച്ചിരുന്നത്? അമാജു. അമാജു. വൈദിക കാലഘട്ടത്തിൽ വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളെ അമാജു എന്ന് വിളിച്ചിരുന്നു. ഇവർക്ക് സമൂഹത്തിൽ ആദരണീയമായ സ്ഥാനമുണ്ടായിരുന്നു.
പലപ്പോഴും ഇവർ വൈജ്ഞാനിക കാര്യങ്ങളിലും മതപരമായ ആചാരങ്ങളിലും പങ്കെടുത്തുപോന്നു. ആര്യന്മാരുടെ ഇഷ്ടപാനീയം എന്തായിരുന്നു? സോമരസം. സോമരസം എന്നത് വൈദിക കാലഘട്ടത്തിലെ ആര്യന്മാരുടെ ഒരു പ്രധാന പാനീയമായിരുന്നു. ഇത് ഒരുതരം ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിച്ച മദ്യമായിരുന്നെന്നും മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും ഇത് ഉപയോഗിച്ചിരുന്നുവെന്നും ഋഗ്വേദത്തിൽ പരാമർശങ്ങളുണ്ട്. ആര്യന്മാരുടെ പ്രധാന വിനോദോപാധികൾ എന്തൊക്കെയായിരുന്നു? രഥയോട്ടം, കുതിരപ്പന്തയം, സംഗീതം, ചൂതാട്ടം. വൈദിക കാലഘട്ടത്തിലെ ആര്യന്മാർക്ക് വിവിധതരം വിനോദോപാധികളുണ്ടായിരുന്നു. രഥയോട്ടവും കുതിരപ്പന്തയവും അവരുടെ ശാരീരിക ശേഷിയും മത്സരബുദ്ധിയും പ്രകടിപ്പിക്കുന്നതിന് ഉപയോഗിച്ചു. സംഗീതവും നൃത്തവും അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു. ചൂതാട്ടം ഒരു സാധാരണ വിനോദമായിരുന്നുവെങ്കിലും ചിലപ്പോൾ അത് സാമൂഹിക പ്രശ്നങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഭൂതക്കണ്ണാടി കണ്ടുപിടിച്ചത് ആരാണ്? റോജർ ബേക്കൺ. ഇംഗ്ലീഷ് തത്വചിന്തകനും ഫ്രാൻസിസ്കൻ സന്യാസിയുമായിരുന്ന റോജർ ബേക്കണിനാണ് ഭൂതക്കണ്ണാടിയുടെ കണ്ടുപിടുത്തത്തിന്റെ ബഹുമതി. 13-ാം നൂറ്റാണ്ടിൽ ഒപ്റ്റിക്സിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഈ ഉപകരണത്തിന്റെ വികാസത്തിന് വഴിതെളിയിച്ചത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോഹാൻസ് ഗുട്ടൻബർഗ്. ജർമ്മൻ കണ്ടുപിടുത്തക്കാരനായ ജോഹാൻസ് ഗുട്ടൻബർഗ് 15-ാം നൂറ്റാണ്ടിൽ ചലിക്കുന്ന അച്ചടി യന്ത്രം വികസിപ്പിച്ചു. ഈ കണ്ടുപിടുത്തം വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും വലിയ വിപ്ലവം സൃഷ്ടിക്കുകയും യൂറോപ്പിൽ നവോത്ഥാനത്തിന് ഒരു പ്രധാന കാരണമായിത്തീരുകയും ചെയ്തു. ആദ്യത്തെ പോർട്ടബിൾ ക്ലോക്കുകൾ, വാച്ചുകൾ കണ്ടുപിടിച്ചത് ആരാണ്? പീറ്റർ ഹെൻലൈൻ. ജർമ്മൻ ലോക്സ്മിത്ത് ആയിരുന്ന പീറ്റർ ഹെൻലൈനാണ് ആദ്യത്തെ പോർട്ടബിൾ ക്ലോക്കുകൾ അഥവാ വാച്ചുകൾ കണ്ടുപിടിച്ചത്. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇദ്ദേഹം ഉണ്ടാക്കിയ നൂറങ്ക് എഗ് എന്ന ക്ലോക്ക് ആദ്യത്തെ പോർട്ടബിൾ ടൈംപീസുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും കണ്ടുപിടിച്ചത് ആരാണ്? സക്കറിയാസ് ജാൻസൺ. ഡച്ച് കണ്ണട നിർമ്മാതാവായിരുന്ന സക്കറിയാസ് ജാൻസനാണ് 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആദ്യത്തെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അഥവാ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇത് സൂക്ഷ്മജീവികളെയും ചെറിയ വസ്തുക്കളെയും പഠിക്കുന്നതിനുള്ള വാതിൽ തുറന്നു. ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾക്കായി ദൂരദർശിനി ഗണ്യമായി മെച്ചപ്പെടുത്തുകയും പ്രചാരത്തിലാക്കുകയും ചെയ്തത് ആരാണ്? ഗലീലിയോ ഗലീലി. ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലി 17-ാം നൂറ്റാണ്ടിൽ ദൂരദർശിനി ഗണ്യമായി മെച്ചപ്പെടുത്തി. ചന്ദ്രനിലെ ഗർത്തങ്ങൾ, വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ, ശുക്രന്റെ ഘട്ടങ്ങൾ തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളിലൂടെ അദ്ദേഹം ജ്യോതിശാസ്ത്രത്തെ വിപ്ലവകരമാക്കി. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ഇറ്റാലിയൻ ഭൗതികശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലിയാണ് 17-ാം നൂറ്റാണ്ടിൽ ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഈ ഉപകരണം കാലാവസ്ഥാ പ്രവചനങ്ങളിലും ഭൗതികശാസ്ത്ര പഠനങ്ങളിലും നിർണായക പങ്ക് വഹിച്ചു. പിയാനോ കണ്ടുപിടിച്ചത് ആരാണ്? ബാർട്ടോലോമിയോ ക്രിസ്റ്റോഫോറി ഡി ഫ്രാൻസിസ്കോ. ഇറ്റാലിയൻ സംഗീതോപകരണ നിർമ്മാതാവായ ബാർട്ടോലോമിയോ ക്രിസ്റ്റോഫോറിയാണ് 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പിയാനോ കണ്ടുപിടിച്ചത്. ഗ്രാവിഗംബാലോ കോൾ പിയാനോ ഇ ഫോർട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ പേര്. ഇത് ശബ്ദത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ അനുവദിച്ചു. ആവി ബോട്ടുകളുടെ ആദ്യകാല രൂപം കണ്ടുപിടിച്ചതിന് ആരെയാണ് അംഗീകരിക്കുന്നത്? ഡെനിസ് പാബിൻ. ഫ്രഞ്ച് ഭൗതികശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ ഡെനിസ് പാബിനാണ് ആവി ബോട്ടുകളുടെ ആദ്യകാല രൂപത്തിന് പിന്നിൽ. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അദ്ദേഹം ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പരീക്ഷണാത്മക ബോട്ട് നിർമ്മിച്ചു. ഇത് ആവി എഞ്ചിൻ സാങ്കേതികവിദ്യയുടെ വികാസത്തിന് ഒരു നാഴികക്കല്ലായിരുന്നു. ആദ്യത്തെ പ്രായോഗികമായ അന്തരീക്ഷ നീരാവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ന്യൂകോമൻ. 1712-ൽ തോമസ് ന്യൂകോമൻ കൽക്കരി ഖനികളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രായോഗികമായ അന്തരീക്ഷ നീരാവി എഞ്ചിൻ നിർമ്മിച്ചു. വ്യാവസായിക വിപ്ലവത്തിന് അടിത്തറ പാകിയ ഒരു സുപ്രധാന കണ്ടുപിടുത്തമായിരുന്നു ഇത്. നീരാവി എഞ്ചിന് കാര്യമായ മെച്ചപ്പെടുത്തലുകൾ വരുത്തി വാട്ട് സ്റ്റീം എഞ്ചിൻ വികസിപ്പിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. 1769-ൽ ജെയിംസ് വാട്ട് ന്യൂകോമന്റെ നീരാവി എഞ്ചിനിൽ ഒരു കണ്ടൻസർ ചേർത്ത് കാര്യക്ഷമത വർദ്ധിപ്പിച്ചു.
ഇത് ഇന്ധന ഉപയോഗം കുറയ്ക്കുകയും വ്യാവസായിക വിപ്ലവത്തിൽ ഒരു നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു. എന്താണ് സ്ഥിതികോർജ്ജം? പൊട്ടൻഷ്യൽ എനർജി. ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജത്തിന്റെ സൂത്രവാക്യം എന്താണ്? ഒരു വസ്തു അതിന്റെ അവസ്ഥയിലോ രൂപത്തിലോ ഉള്ള മാറ്റം കാരണം ഉൾക്കൊള്ളുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഉയരത്തിലുള്ള ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജം P=mgh എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കണക്കാക്കാം. ഒരു വസ്തുവിന്റെ സ്ഥാനമോ രൂപമോ കാരണം അതിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഒരു വസ്തുവിന്റെ പിണ്ഡം, ഗുരുത്വാകർഷണ ത്വരണം, ഉയരം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരു കല്ലിന് സ്ഥിതികോർജ്ജമുണ്ട്. ഊർജ്ജ സംരക്ഷണ നിയമം പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രസ്താവിക്കുക. ഊർജ്ജ സംരക്ഷണ നിയമം അനുസരിച്ച് ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, എന്നാൽ അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. പ്രപഞ്ചത്തിലെ മൊത്തം ഊർജ്ജം എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കുമെന്ന് ഊർജ്ജ സംരക്ഷണ നിയമം വ്യക്തമാക്കുന്നു. ഏതൊരു പ്രക്രിയയിലും ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നുവെന്നേയുള്ളൂ, അതിന്റെ അളവിൽ മാറ്റം വരുന്നില്ല. ഇത് ഭൗതികശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ഒരു ഇലക്ട്രിക് ഫാനിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മെക്കാനിക്കൽ എനർജി മാറുന്നു. ഒരു ഇലക്ട്രിക് ഫാൻ പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ കടന്നുപോകുന്ന വൈദ്യുതോർജ്ജം ഫാനിന്റെ ബ്ലേഡുകൾ കറക്കാൻ ആവശ്യമായ യാന്ത്രികോർജ്ജമായി മാറുന്നു. ഈ യാന്ത്രികോർജ്ജമാണ് വായുവിനെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത്. ഒരു ഇലക്ട്രിക് ബൾബിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? വൈദ്യുതോർജ്ജം താപോർജ്ജമായും പ്രകാശോർജ്ജമായും മാറുന്നു. ഒരു ഇലക്ട്രിക് ബൾബ് പ്രകാശിക്കുമ്പോൾ അതിലൂടെ ഒഴുകുന്ന വൈദ്യുതോർജ്ജം താപവും പ്രകാശവുമായി മാറുന്നു. ഇൻകാൻഡസെന്റ് ബൾബുകളിൽ താപോർജ്ജമാണ് പ്രധാനമായും ഉണ്ടാകുന്നത്, എന്നാൽ ആധുനിക LED ബൾബുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രകാശോർജ്ജം ഉത്പാദിപ്പിക്കുന്നു. ഒരു ഇലക്ട്രിക് സെല്ലിൽ ബാറ്ററിയിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് സെല്ലുകൾ അല്ലെങ്കിൽ ബാറ്ററികൾ രാസപ്രവർത്തനങ്ങളിലൂടെ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഈ വൈദ്യുതോർജ്ജം പിന്നീട് വിവിധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് പോർട്ടബിൾ ഊർജ്ജ സ്രോതസ്സുകളുടെ അടിസ്ഥാന തത്വമാണ്. ഒരു മെഴുകുതിരി കത്തുമ്പോൾ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? രാസോർജ്ജം താപോർജ്ജമായും പ്രകാശോർജ്ജമായും മാറുന്നു. ഒരു മെഴുകുതിരി കത്തുമ്പോൾ മെഴുകിലെ രാസവസ്തുക്കൾ ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ച് രാസോർജ്ജം താപമായും പ്രകാശമായും പുറത്തുവിടുന്നു. ഈ പ്രക്രിയ ഒരു ജ്വലന പ്രവർത്തനമാണ്. ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ പ്രകാശോർജ്ജത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ്. ഈ തത്വം സൗരപാനലുകളിലും സോളാർ പാനൽസ്, കാൽക്കുലേറ്ററുകളിലും മറ്റു പ്രകാശ സംവേദക ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്നു. ഇത് ഫോട്ടോവോൾട്ടായിക് പ്രഭാവം ഫോട്ടോവോൾട്ടേയിക് എഫക്ട് എന്നറിയപ്പെടുന്നു. ഒരു ഡൈനാമോയിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഡൈനാമോ അല്ലെങ്കിൽ ഇലക്ട്രിക് ജനറേറ്റർ ഫാരഡെയുടെ വിദ്യുത്കാന്തിക ഇൻഡക്ഷൻ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിയമം ഉപയോഗിച്ച് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇത് ടർബൈനുകൾ, സൈക്കിൾ ലൈറ്റുകൾ തുടങ്ങിയവയിൽ സാധാരണയായി കാണപ്പെടുന്നു. ഒരു ഉച്ചഭാഷിണിയിൽ ലൗഡ് സ്പീക്കർ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഉച്ചഭാഷിണികൾ ഇലക്ട്രോമാഗ്നറ്റിക് പ്രഭാവം ഉപയോഗിച്ച് വൈദ്യുത സിഗ്നലുകളെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ശബ്ദതരംഗങ്ങളായി സൗണ്ട് വേവ്സ് മാറ്റുന്നു. ഇതിലെ കോയിൽ കാന്തികക്ഷേത്രത്തിൽ ചലിക്കുകയും ഡയഫ്രം കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഒരു സിത്താർ വായിക്കുമ്പോൾ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? യാന്ത്രികോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. സിത്താർ പോലുള്ള സംഗീതോപകരണങ്ങളിൽ വായിക്കുന്നയാൾ സ്ട്രിംഗുകളിൽ പ്രയോഗിക്കുന്ന യാന്ത്രികോർജ്ജം വിരലുകളുടെ ചലനം സ്ട്രിംഗുകളുടെ കമ്പനത്തിലൂടെ ശബ്ദോർജ്ജമായി മാറുന്നു. ഈ കമ്പനം വായുവിൽ തരംഗങ്ങളായി പ്രചരിക്കുകയും നാം കേൾക്കുന്ന ശബ്ദമായി മാറുകയും ചെയ്യുന്നു. ഒരു സ്റ്റീം എഞ്ചിനിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? താപോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. സ്റ്റീം എഞ്ചിനുകൾ കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങൾ കത്തിച്ച് വെള്ളം ചൂടാക്കി നീരാവി ഉത്പാദിപ്പിക്കുന്നു.
ഈ നീരാവിയുടെ ഉയർന്ന മർദ്ദം പിസ്റ്റണുകളെ ചലിപ്പിക്കുകയും താപോർജ്ജം യാന്ത്രികോർജ്ജമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വ്യാവസായിക വിപ്ലവത്തിന് വലിയ സംഭാവന നൽകി. ഒരു ടർബൈൻ വൈദ്യുതി ഉത്പാദിപ്പിക്കുമ്പോൾ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ടർബൈനുകൾ ജലം, കാറ്റ്, നീരാവി എന്നിവയാൽ പ്രവർത്തിക്കുന്നവ കറങ്ങുമ്പോൾ അവയുടെ യാന്ത്രികോർജ്ജം ഒരു ജനറേറ്ററിനെ കറക്കാൻ ഉപയോഗിക്കുന്നു. ഈ ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ ഫാരഡെയുടെ നിയമപ്രകാരം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. പ്രകാശസംശ്ലേഷണം നടക്കുമ്പോൾ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? സൗരോർജ്ജം പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു. സസ്യങ്ങളും ചില സൂക്ഷ്മജീവികളും സൂര്യപ്രകാശത്തെ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേർത്ത് ഗ്ലൂക്കോസ് പോലുള്ള രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശസംശ്ലേഷണം. ഈ പ്രക്രിയയിലൂടെ പ്രകാശോർജ്ജം രാസബന്ധനങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രാസോർജ്ജമായി മാറുന്നു. ഒരു ഇലക്ട്രിക് ജനറേറ്ററിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ജനറേറ്ററുകൾ വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ തത്വമനുസരിച്ച് പ്രവർത്തിക്കുന്നു. പുറമേ നിന്നുള്ള യാന്ത്രിക ശക്തി, ഉദാഹരണത്തിന് ടർബൈൻ, അതിന്റെ കറങ്ങുന്ന ഭാഗത്തെ ചലിപ്പിക്കുകയും തന്മൂലം വൈദ്യുതോർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഡൈനാമോ എന്നതും ഇതിന് സമാനമാണ്. ഒരു ഇലക്ട്രിക് മോട്ടോറിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് മോട്ടോറുകൾ വൈദ്യുതോർജ്ജത്തെ യാന്ത്രിക ചലനമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ്. വൈദ്യുത പ്രവാഹമുള്ള ഒരു കോയിൽ കാന്തികക്ഷേത്രത്തിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി ഉപയോഗിച്ച് ഇത് കറങ്ങുന്നു. ഫാനുകൾ, പമ്പുകൾ, വാഹനങ്ങൾ തുടങ്ങിയ പല ഉപകരണങ്ങളിലും ഇവ ഉപയോഗിക്കുന്നു. ഒരു ഡീസൽ എഞ്ചിനിൽ ഏത് ഊർജ്ജ പരിവർത്തനമാണ് നടക്കുന്നത്? രാസോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഡീസൽ എഞ്ചിനുകളിൽ ഡീസൽ ഇന്ധനത്തിന്റെ രാസോർജ്ജം ജ്വലനത്തിലൂടെ താപോർജ്ജമായും തുടർന്ന് പിസ്റ്റണുകളെ ചലിപ്പിച്ച് യാന്ത്രികോർജ്ജമായും മാറ്റുന്നു. ഇത് ആന്തരിക ജ്വലന എഞ്ചിനുകളുടെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ഒരു പ്രധാന ഉദാഹരണമാണ്. ന്യൂട്ടന്റെ അഭിപ്രായത്തിൽ ഗുരുത്വാകർഷണം എന്നാൽ എന്ത്? ന്യൂട്ടന്റെ അഭിപ്രായത്തിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും മറ്റ് ഓരോ വസ്തുവിനെയും അതിലേക്ക് ആകർഷിക്കുന്ന ശക്തിയാണ് ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണം എന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കുമിടയിൽ പ്രവർത്തിക്കുന്ന ഒരു അടിസ്ഥാന ശക്തിയാണ്. ഈ ശക്തിയാണ് ഗ്രഹങ്ങളെ അവയുടെ ഭ്രമണപഥങ്ങളിൽ നിലനിർത്തുന്നതും വസ്തുക്കളെ ഭൂമിയിലേക്ക് ആകർഷിക്കുന്നതും. സർ ഐസക് ന്യൂട്ടൺ തന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമത്തിലൂടെ ഈ പ്രതിഭാസം വിശദീകരിച്ചു. ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം വ്യക്തമാക്കുക. ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമമനുസരിച്ച് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണബലത്തിന്റെ അളവ് അവയുടെ പിണ്ഡങ്ങളുടെ ഗുണനബലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗ്ഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ബാധകമാണ്. F=gm/r വർഗ്ഗം എന്ന സമവാക്യം ഉപയോഗിച്ച് ഇത് പ്രസ്താവിക്കാം. ഇവിടെ g സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഈ നിയമം ബഹിരാകാശ യാത്രകളിലും ഗ്രഹങ്ങളുടെ ചലനം പ്രവചിക്കുന്നതിലും നിർണായകമാണ്. സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ g മൂല്യം എത്രയാണ്? സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ g മൂല്യം 6.67 × 10⁻⁻1 ന്യൂട്ടൺ മീറ്റർ വർഗ്ഗം കിലോഗ്രാം വർഗ്ഗമാണ്. സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കം g എന്നത് പ്രപഞ്ചത്തിലെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ശക്തിയുടെ തീവ്രത നിർണ്ണയിക്കുന്ന ഒരു അടിസ്ഥാന ഭൗതിക സ്ഥിരാങ്കമാണ്. ഹെൻറി കാവൻഡിഷാണ് ഇതിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണങ്ങളിലൂടെ നിർണ്ണയിച്ചത്. ഈ സ്ഥിരാങ്കം ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിലെ സമവാക്യത്തിന്റെ ഒരു ഭാഗമാണ്. സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ g അടിസ്ഥാന സി യൂണിറ്റ് എന്താണ്? സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ g അടിസ്ഥാന സി യൂണിറ്റ് kg/1m3s വർഗ്ഗമാണ്. സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ g യൂണിറ്റ് അതിന്റെ നിർവചനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. F=gm/r വർഗ്ഗം. ഇത് ഭൗതികശാസ്ത്രത്തിലെ അടിസ്ഥാന അളവുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരമാണ്. സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കം g ഒരു അദിശ അളവാണോ അതോ സദിശ അളവാണോ? സാർവത്രിക ഗുരുത്വാകർഷണ സ്ഥിരാങ്കം g ഒരു അദിശ അളവാണ്. ഒരു അദിശ അളവിന് കേവല വില മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ദിശയില്ല.
ഗുരുത്വാകർഷണ സ്ഥിരാങ്കം g ഒരു സംഖ്യാപരമായ മൂല്യം മാത്രമായതിനാൽ അതിന് ദിശയില്ല, അതിനാൽ ഇത് ഒരു അദിശ അളവാണ്. എന്നാൽ ഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഗുരുത്വാകർഷണം എങ്ങനെ നിർവചിക്കാം? ഭൂമിയുമായി ബന്ധപ്പെട്ട് ഗുരുത്വാകർഷണം എന്നത് ഭൂമി ഒരു വസ്തുവിനെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ശക്തിയെ സൂചിപ്പിക്കുന്നു. ഗുരുത്വാകർഷണം ഗ്രാവിറ്റി എന്നത് പൊതുവായ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഗ്രാവിറ്റേഷൻ ഒരു പ്രത്യേക രൂപമാണ്. ഇത് ഭൂമി, ചന്ദ്രൻ തുടങ്ങിയ വലിയ ആകാശഗോളങ്ങൾക്ക് സമീപമുള്ള വസ്തുക്കളെ ആ ഗോളങ്ങൾ ആകർഷിക്കുന്നതിനെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഈ ശക്തിയാണ് വസ്തുക്കളെ ഭൂമിയിലേക്ക് വീഴാനും നാം ഭൂമിയിൽ ഉറച്ചുനിൽക്കാനും കാരണം. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g എന്നാൽ എന്ത്? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g എന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി കാരണം ഭൂമിയിലേക്ക് സ്വതന്ത്രമായി വീഴുന്ന ഒരു വസ്തുവിന്റെ ഓരോ സെക്കൻഡിലുമുള്ള പ്രവേഗത്തിലെ വർധനവിനെയാണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g എന്നത് ഭൗതികശാസ്ത്രത്തിലെ ഒരു പ്രധാന ആശയമാണ്. ഇത് എല്ലാ വസ്തുക്കൾക്കും ഒരേപോലെയാണ്, അതായത് വായുവിന്റെ പ്രതിരോധമില്ലെങ്കിൽ ഒരു തൂവലും ഒരു കല്ലും ഒരേ നിരക്കിൽ ഭൂമിയിലേക്ക് പതിക്കും. g യുടെ മൂല്യം ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥാനത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ ഒരു വസ്തുവിന്റെ ഭാരത്തിനും പിണ്ഡത്തിനും എന്ത് സംഭവിക്കും? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ വസ്തുവിന്റെ യഥാർത്ഥ ഭാരം 0 കുറയും, എന്നാൽ വസ്തുവിന്റെ പിണ്ഡത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. ഒരു വസ്തുവിന്റെ ഭാരം വെയ്റ്റ് എന്നത് പിണ്ഡവും മാസ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g തമ്മിലുള്ള ഗുണനഫലമാണ് W=mg. അതിനാൽ g 0 ഭാരവും 0 എന്നാൽ പിണ്ഡം മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്, അത് സ്ഥലമോ ഗുരുത്വാകർഷണമോ പരിഗണിക്കാതെ സ്ഥിരമായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g ന്റെ ഏകദേശ മൂല്യം എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g ന്റെ ഏകദേശ മൂല്യം സെക്കൻഡിൽ 9.8 ചതുരശ്ര മീറ്റർ ആണ്. സെക്കൻഡിൽ 9.8 ചതുരശ്ര മീറ്റർ എന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ ശരാശരി മൂല്യമാണ്. ഇത് ധ്രുവങ്ങളിൽ അല്പം കൂടുതലും ഭൂമധ്യരേഖയിൽ അല്പം കുറവുമാണ്. ഈ മൂല്യം ഭൗതികശാസ്ത്രത്തിലെ കണക്കുകൂട്ടലുകൾക്കും നിത്യജീവിതത്തിലെ പല പ്രതിഭാസങ്ങളെയും വിശദീകരിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഒരു വസ്തുവിന്റെ ആകൃതിയെയും പിണ്ഡത്തെയും ആശ്രയിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഒരു വസ്തുവിന്റെ ആകൃതിയെയും പിണ്ഡത്തെയും ആശ്രയിക്കുന്നില്ല. വായുവിന്റെ പ്രതിരോധം പോലുള്ള ബാഹ്യശക്തികളില്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അതിന്റെ പിണ്ഡത്തെയോ ആകൃതിയെയോ ആശ്രയിക്കുന്നില്ല. ഭാരം കുറഞ്ഞതും ഭാരം കൂടിയതുമായ വസ്തുക്കൾ ഒരേ ഉയരത്തിൽ നിന്ന് ഒരേ സമയം താഴേക്ക് വീഴും. ഇത് ഗലീലിയോയുടെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി യൂണിറ്റുകൾ ഏവ? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം യൂണിറ്റുകൾ മീറ്റർ, സെക്കൻഡ് വർഗം അല്ലെങ്കിൽ ന്യൂട്ടൺ, കിലോഗ്രാം ആകുന്നു. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എന്നത് ഭൗതികശാസ്ത്രത്തിലെ ഒരു പ്രധാന ആശയമാണ്. ഇത് ഒരു വസ്തുവിന്റെ ഭാരത്തെയും പിണ്ഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതിന്റെ ഏകദേശ മൂല്യം സെക്കൻഡിൽ 9.8 ചതുരശ്ര മീറ്റർ ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g എവിടെയാണ് ഏറ്റവും കൂടുതലും കുറവും? ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയായി ഇത് എങ്ങനെ മാറുന്നു? g യുടെ മൂല്യം ഭൂമിയുടെ ധ്രുവങ്ങളിൽ ഏറ്റവും കൂടുതലും ഭൂമധ്യരേഖയിൽ ഏറ്റവും കുറവുമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന് താഴേക്ക് പോകുമ്പോൾ ഇതിന്റെ മൂല്യം കുറയുന്നു. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ ഭൂകേന്ദ്രത്തോട് അടുത്തിരിക്കുന്നതിനാലും ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ ഭ്രമണം മൂലമുള്ള അപകേന്ദ്രബലം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഭാരം കുറയുന്നതിനാലുമാണ് g യുടെ മൂല്യത്തിൽ വ്യത്യാസം വരുന്നത്. ഭൂമിക്കടിയിലേക്ക് പോകുമ്പോൾ ഗുരുത്വാകർഷണ വലിവ് നൽകുന്ന പിണ്ഡം കുറയുന്നതുകൊണ്ട് g യുടെ മൂല്യം കുറയുന്നു. മുകളിലേക്കോ താഴേക്കോ അല്ലെങ്കിൽ ഒരേ വേഗതയിലോ ചലിക്കുന്ന ഒരു ലിഫ്റ്റിൽ ഒരു വസ്തുവിന്റെ ദൃശ്യഭാരത്തിന് അപ്പാരന്റ് വെയ്റ്റ് എങ്ങനെ മാറ്റം വരുന്നു? ഒരു ലിഫ്റ്റ് മുകളിലേക്ക് ചലിക്കുമ്പോൾ ഒരു വസ്തുവിന്റെ ദൃശ്യഭാരം കൂടുന്നു, താഴേക്ക് ചലിക്കുമ്പോൾ ദൃശ്യഭാരം കുറയുന്നതായി തോന്നുന്നു. ഒരേ വേഗതയിൽ മുകളിലേക്കോ താഴേക്കോ ചലിക്കുമ്പോൾ ദൃശ്യഭാരത്തിന് മാറ്റമുണ്ടാകുന്നില്ല.
ലിഫ്റ്റിലെ ദൃശ്യഭാരം എന്നത് ലിഫ്റ്റിന്റെ ത്വരണം ആക്സലറേഷൻ അനുസരിച്ച് മാറുന്ന ഒരു പ്രതിഭാസമാണ്. മുകളിലേക്ക് ത്വരണത്തോടെ ചലിക്കുമ്പോൾ ലിഫ്റ്റ് തറയിൽ കൂടുതൽ മർദ്ദം ചെലുത്തുന്നതിനാലാണ് ഭാരം കൂടുന്നതായി തോന്നുന്നത്. താഴേക്ക് ത്വരണത്തോടെ ചലിക്കുമ്പോൾ ഇത് കുറയുന്നു. ഒരേ വേഗതയിൽ ചലിക്കുമ്പോൾ ത്വരണമില്ലാത്തതിനാൽ യഥാർത്ഥ ഭാരം തന്നെയായിരിക്കും ദൃശ്യഭാരം. താഴേക്ക് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലിഫ്റ്റിന്റെ കയർ പൊട്ടിപ്പോയാൽ അതിനകത്തുള്ള ഒരു വസ്തുവിന്റെ ദൃശ്യഭാരത്തിന് എന്ത് സംഭവിക്കും? ലിഫ്റ്റ് ഒരു സ്വതന്ത്ര വസ്തുവിനെപ്പോലെ താഴേക്ക് പതിക്കും. അതിനകത്തുള്ള ഒരു വസ്തുവിന്റെ ദൃശ്യഭാരം 0 കുറയും. ഭാരമില്ലായ്മയുടെ അവസ്ഥ. ഒരു ലിഫ്റ്റിന്റെ കയർ പൊട്ടുമ്പോൾ ലിഫ്റ്റും അതിനുള്ളിലെ വസ്തുവും ഗുരുത്വാകർഷണം മൂലമുള്ള അതേ ത്വരണം g ഉപയോഗിച്ച് സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്നു. ഈ അവസ്ഥയിൽ ലിഫ്റ്റിന്റെ തറ വസ്തുവിന്മേൽ ഒരു പ്രതിപ്രവർത്തന ബലവും നൽകാത്തതിനാൽ ദൃശ്യഭാരം 0 അനുഭവപ്പെടുകയും ഭാരമില്ലായ്മ അനുഭവപ്പെടുകയും ചെയ്യുന്നു. കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളിൽ ആദ്യത്തേത് പ്രസ്താവിക്കുക. കെപ്ലറുടെ ഒന്നാം നിയമം പരിക്രമണപാതകളുടെ നിയമം അനുസരിച്ച് എല്ലാ ഗ്രഹങ്ങളും ദീർഘവൃത്താകൃതിയിലുള്ള പരിക്രമണപാതകളിൽ സൂര്യനെ അവയുടെ ഒരു ഫോക്കസിലായി സ്ഥാപിച്ച് ചലിക്കുന്നു. കെപ്ലറുടെ ഒന്നാം നിയമം ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്ന പാതകളുടെ ആകൃതിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഈ നിയമം 17-ാം നൂറ്റാണ്ടിൽ ജോഹാനസ് കെപ്ലറാണ് അവതരിപ്പിച്ചത്. ഇത് പിന്നീട് ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിന് ഒരു പ്രധാന അടിത്തറയായി മാറി. കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളിൽ രണ്ടാമത്തേത് പ്രസ്താവിക്കുക. കെപ്ലറുടെ രണ്ടാം നിയമം ഏരിയൽ വെലോസിറ്റി നിയമം അനുസരിച്ച് ഒരു ഗ്രഹത്തെ സൂര്യനുമായി ബന്ധിപ്പിക്കുന്ന രേഖ തുല്യ സമയ ഇടവേളകളിൽ തുല്യ വിസ്തൃതികൾ കടന്നുപോകുന്നു. അതായത് ഒരു ഗ്രഹത്തിന്റെ ഏരിയൽ വെലോസിറ്റി സ്ഥിരമായി നിലനിൽക്കുന്നു. കെപ്ലറുടെ രണ്ടാം നിയമം ഗ്രഹങ്ങളുടെ വേഗതയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഈ നിയമപ്രകാരം ഗ്രഹം സൂര്യനോട് അടുക്കുമ്പോൾ അതിന്റെ വേഗത കൂടുകയും സൂര്യനിൽ നിന്ന് അകലുമ്പോൾ വേഗത കുറയുകയും ചെയ്യും. ഇത് കോണീയ ആക്കം സംരക്ഷണ നിയമത്തിന്റെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഒരു പ്രതിഫലനം കൂടിയാണ്. കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളിൽ രണ്ടാമത്തേത് ഏത് ഭൗതികശാസ്ത്ര തത്വത്തിന് തുല്യമാണ്? കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളിൽ രണ്ടാമത്തേത് കോണീയ ആക്ക സംരക്ഷണ നിയമത്തിന് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം തുല്യമാണ്. കോണീയ ആക്ക സംരക്ഷണ നിയമമനുസരിച്ച് ബാഹ്യ ടോർക്ക് എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൽ ആകെ കോണീയ ആക്കം സ്ഥിരമായിരിക്കും. ഒരു ഗ്രഹവും സൂര്യനും ചേർന്നുള്ള സിസ്റ്റത്തിൽ ഗുരുത്വാകർഷണബലം സൂര്യന്റെ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്നതിനാൽ ടോർക്ക് ഉണ്ടാകുന്നില്ല. അതിനാൽ കോണീയ ആക്കം സംരക്ഷിക്കപ്പെടുന്നു. ഇതാണ് കെപ്ലറുടെ രണ്ടാം നിയമത്തിന്റെ അടിസ്ഥാനം. കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളിൽ മൂന്നാമത്തേത് പ്രസ്താവിക്കുക. കെപ്ലറുടെ മൂന്നാം നിയമം അനുസരിച്ച് ഒരു ഗ്രഹത്തിന്റെ പരിക്രമണ കാലയളവിന്റെ ടി വർഗം അതിന്റെ ദീർഘവൃത്താകൃതിയിലുള്ള പരിക്രമണപാതയുടെ അർദ്ധപ്രധാന അക്ഷത്തിന്റെ ആർ ക്യൂബിന് നേരിട്ട് ആനുപാതികമാണ് ടി വർഗം r⁻3. കെപ്ലറുടെ മൂന്നാം നിയമം ഗ്രഹങ്ങളുടെ പരിക്രമണ കാലയളവും അവയുടെ ഭ്രമണപഥത്തിന്റെ വലുപ്പവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നു. ഈ നിയമം ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ ദൂരവും അവയുടെ പരിക്രമണത്തിനായെടുക്കുന്ന സമയവും തമ്മിലുള്ള ഗണിതശാസ്ത്രപരമായ ബന്ധം മനസ്സിലാക്കാം. ഇത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകുന്നു. ജ്യോതിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ ഉപഗ്രഹങ്ങൾ എന്നാൽ എന്താണ്? ഉപഗ്രഹങ്ങൾ എന്നാൽ ഗ്രഹങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്ന ആകാശഗോളങ്ങളാണ്. ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതുപോലെ. ഉപഗ്രഹങ്ങൾ 2 തരത്തിലുണ്ട്: പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളും കൃത്രിമോപഗ്രഹങ്ങളും. ചന്ദ്രൻ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. വാർത്താവിനിമയം, കാലാവസ്ഥാ നിരീക്ഷണം, ഭൂമിശാസ്ത്ര പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ വിക്ഷേപിക്കുന്നവയാണ് കൃത്രിമോപഗ്രഹങ്ങൾ. ഒരു ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത ഓർബിറ്റൽ വെലോസിറ്റി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള അതിന്റെ ഉയരത്തെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു? ഒരു ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത അതിന്റെ ഉയരത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉപഗ്രഹത്തിന്റെ ദൂരം കൂടുന്തോറും അതിന്റെ പരിക്രമണ വേഗത കുറയും. ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത ഗുരുത്വാകർഷണ ബലത്തെയും ഉപഗ്രഹത്തിന്റെ പിണ്ഡത്തെയും ഭ്രമണപഥത്തിന്റെ ആരം റേഡിയസ് ഉൾപ്പെടെയുള്ള ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഉയരം കൂടുന്തോറും ഗുരുത്വാകർഷണബലം കുറയുന്നതിനാൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ നിലനിർത്താൻ കുറഞ്ഞ വേഗത മതിയാകും. ഇത് ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ നിർണായകമാണ്. ഒരു ഉപഗ്രഹത്തിന്റെ പരിക്രമണ കാലഘട്ടം റെവല്യൂഷൻ പീരിയഡ് എന്താണ്? ഒരു ഉപഗ്രഹം ഭൂമിയെ ഒരു പ്രാവശ്യം പൂർണ്ണമായി ചുറ്റിയെടുക്കാൻ എടുക്കുന്ന സമയമാണ് അതിന്റെ പരിക്രമണ കാലഘട്ടം.
ഉപഗ്രഹങ്ങൾ ഭൂമിയെ ഒരു നിശ്ചിത പാതയിലൂടെ ചുറ്റുന്നതിന് എടുക്കുന്ന സമയത്തെയാണ് പരിക്രമണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇത് ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിന്റെ ഉയരം, ഭൂമിയുടെ ഗുരുത്വാകർഷണബലം എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഈ കാലഘട്ടം ഭൂമിയിലെ നിരീക്ഷണങ്ങൾക്കും ആശയവിനിമയത്തിനും വളരെ പ്രധാനമാണ്. മരുഭൂമിയിലെ മണ്ണിന്റെ പ്രധാന പോരായ്മകൾ എന്തൊക്കെയാണ്? മരുഭൂമിയിലെ മണ്ണിന് നൈട്രജനും ഹ്യൂമസും കുറവാണ്. കൂടാതെ സാധാരണ അളവിനേക്കാൾ ഫോസ്ഫറസും കുറവായിരിക്കും. വരണ്ട കാലാവസ്ഥയും കുറഞ്ഞ സസ്യജാലങ്ങളും കാരണം മരുഭൂമിയിലെ മണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ സാരമായി ബാധിക്കുന്നു. ഇന്ത്യയിൽ ഉപ്പുരസമുള്ളതും ക്ഷാരഗുണമുള്ളതുമായ മണ്ണിന് ഉപയോഗിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഉപ്പുരസമുള്ളതും ക്ഷാരഗുണമുള്ളതുമായ മണ്ണ് രേഹ്, ഉസർ, കല്ലാർ എന്നും അറിയപ്പെടുന്നു. ഈ മണ്ണിന് ഉയർന്ന ലവണാംശവും ക്ഷാരഗുണവും കാരണം കാർഷിക ഉൽപ്പാദനത്തിന് വലിയ വെല്ലുവിളിയാകാറുണ്ട്. ശരിയായ ഭൂമി പരിപാലനത്തിലൂടെ ഇതിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈർപ്പമുള്ളതും ചതുപ്പുനിലങ്ങളായ മണ്ണും രൂപപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഉയർന്ന ആർദ്രതയുള്ള സാഹചര്യങ്ങളിൽ വലിയ അളവിൽ ജൈവവസ്തുക്കൾ അടിഞ്ഞുകൂടുന്നതിലൂടെ ഈർപ്പമുള്ള മണ്ണ് രൂപപ്പെടുന്നു. ഇതിൽ ആവശ്യത്തിന് ലയിക്കുന്ന ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഫോസ്ഫറസും പൊട്ടാഷും കുറവായിരിക്കും. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലാണ് ചതുപ്പുനില മണ്ണ് രൂപപ്പെടുന്നത്. ഇത് ജൈവവസ്തുക്കളാൽ സമ്പന്നമാണെങ്കിലും കൃഷിക്ക് അനുയോജ്യമല്ല. ഈർപ്പമുള്ള മണ്ണ് അമിതമായ ജൈവവസ്തുക്കളുടെ സാന്നിധ്യവും ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവയുടെ കുറവും കാരണം കൃഷിക്ക് പൂർണ്ണമായും ഉചിതമല്ല. ചതുപ്പുനില മണ്ണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനാൽ കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയാറില്ല. സാമ്പത്തിക സർവേ 2023 മുതൽ 24 വരെ പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഉപജീവനമാർഗത്തിനും ജിഡിപിക്കും കാർഷിക മേഖലയുടെ സംഭാവനയെന്താണ്? ഇന്ത്യൻ കാർഷിക മേഖല ഏകദേശം 42.3% ജനങ്ങൾക്ക് ഉപജീവനമാർഗം നൽകുന്നു. കൂടാതെ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ GDP നിലവിലെ വിലയനുസരിച്ച് 18.2% പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് നിർണായക പങ്കുണ്ട്. വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഉപജീവനമാർഗം ഈ മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. കാർഷിക മേഖലയുടെ ജിഡിപിയിലേക്കുള്ള സംഭാവന രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും ഭക്ഷ്യസുരക്ഷയിലും അതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു.